ഹായ് എവ്രിവൺ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് മെമ്പേഴ്സും കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെയും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ് അല്ലേ? നമ്മൾക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അതിന് മുൻപേ തന്നെ എല്ലാവരുടെ അടുത്തും ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ നമ്മളുടെ സെഷൻസ് ഒരു കുറച്ചങ്ങോട്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് കുട്ടികളെ അറിയാലോ, ഇന്നത്തെ വെബിനാർ എന്ന് പറയുന്നത് കുട്ടികളുടെ ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള കുട്ടികളുടെ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ പബ്ലിക് എക്സാം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്താണ് പബ്ലിക് എക്സാമിന് വേണ്ടി ഇനിയുള്ള കുട്ടികൾക്ക് ചെയ്യാനുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറച്ചും കൂടെ മെമ്പേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു കാര്യം എടുത്തു പറയുന്നത്, നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഒരു ഈ വെബിനാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ കൊണ്ടുപോകുന്നത്. നമുക്കൊരു പാനൽ തന്നെയാണ് ഉള്ളത്. കാരണം ഒരുപാട് പേര് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ നമ്മുടെ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ സ്പെഷ്യലൈസിങ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്, റെമഡിയേറ്റേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സംശയത്തിനും അതിന്റെ ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ മാത്രമായിരിക്കില്ല, നമ്മളൊരു പാനൽ തന്നെയായിരിക്കും നിങ്ങൾക്കത് തരുന്നുണ്ടാവാം. ഇപ്പൊ ആദ്യം തന്നെ എന്താ പറയാ, നിങ്ങൾ എല്ലാവരെയും ഒഫീഷ്യലായി ഒന്നും കൂടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്പെഷ്യലി എനിക്കൊരു താങ്ക്സ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത് എം സി സിനോടാണ്. എം സി സി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ ആണ്. ഈ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സിസ്റ്റമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇന്ന് ലോകം എല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളം കയ്യിലേക്ക് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടൂൾസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പികളും അതുപോലെ തന്നെ കൗൺസിലിംഗ് മെത്തേഡ്സും ഒക്കെയാണ് നമ്മൾ എം സി സി ഫോളോ ചെയ്യുന്നത്. സോ എം സി സിനോട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ നന്ദി അർപ്പിക്കുകയാണ്. സോ നമുക്ക് നമ്മളെ സബ്ജക്റ്റിലോട്ടേക്ക് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ നോർമലി പബ്ലിക് എക്സാമിന്റെ ടോപ്പിക്കിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതിനുശേഷം നമുക്ക് മറ്റുള്ള കുട്ടികളുടെ ലേണിംഗ് ബുദ്ധിമുട്ടുകളും ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾക്ക് അറിയേണ്ടത്, ഇപ്പൊ നമ്മുടെ കുട്ടികള് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുന്നതാണ്. നോർമലി നമ്മൾ പറയാറുള്ള ഒരു ഡിസംബർ എന്ന് പറയുന്ന ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം അല്ലെ? അപ്പൊ നമ്മൾ ജാനുവരിയിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നോർമലി പറയാറ്. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഡിസംബറിലേക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി ആകുമ്പോൾ നല്ല പിന്നെ കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള പ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ഒരു മാസമാണ്. അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ റിവിഷനോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. മാർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സാമിലേക്ക് എത്തിയിരിക്കുന്ന ഒരു മാസമാണ് മാർച്ച് എന്ന് പറയുന്നത് അല്ലെ? ഈ മാർച്ചിലോട്ടേക്ക് എത്തുന്ന സമയത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. അവിടെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾ തന്നെ ഒരു ലൈറ്റ്ലി നമ്മളും ഒന്നും കൂടെ റിവിഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾക്കറിയാം, ഇത് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി നമുക്ക് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അല്ലെ? ഇവിടെ എന്തില്ല, ശരിക്കും ഇതൊരു പ്രാക്ടിക്കൽ ലെവലിലോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കുറെ സ്കൂളുകളിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ക്ലിയർ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഇപ്പോഴും പോർഷൻസ് കൊണ്ട് മുമ്പോട്ടേക്ക് റൺ ചെയ്ത് പോകുന്ന ടീമുകളും ഉണ്ടാവും അല്ലെ? ചില സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല. പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണ് അധ്യാപകന്മാരാണെങ്കിലും. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന്റെ പേരിൽ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു 1 ഇയർ എന്ന് പറയുമ്പോൾ പല നാച്ചുറൽ കലാമിറ്റീസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബന്ധുകളോ ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടും കുറെ അവധികൾ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ സിലബസ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വന്ന് ഒരു ഡിസംബർ ക്ലോസിംഗ് എന്ന് പറയുന്നത് ജനുവരിയിലോട്ടേക്കോ ഫെബ്രുവരിയിലോട്ടേക്കോ പോകാം ടോപ്പിക്കിലേക്കുള്ളത്. അപ്പൊ അതിന്റെ ചേഞ്ചസ് വരും. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇതുവരെ ഈ ഒരു സമയം വരെ ആയിട്ട് നിങ്ങളുടെ കുട്ടികൾ, അതായത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സും പ്ലസ് ടുവിലൊക്കെ എക്സാം എഴുതുന്ന കുട്ടികൾ ഈ ഒരു സമയമായിട്ടും ബുക്സ് തുറക്കാത്തവരാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും. അതിൽ ഒരു സംശയവും ഇല്ല.
ഒരു സംശയത്തിന്റെ കാര്യമില്ല. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കുട്ടി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ നിങ്ങൾ ഒരുപാട് പിന്നാലെ നടന്ന് നിർബന്ധിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ആ കുട്ടിയെ നിങ്ങൾ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടിയാണ് ആ കുട്ടിയെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടി അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുകയും അതിനാവശ്യമുള്ള ചെറിയൊരു സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കാം, ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കറിയാം മാർച്ചിലോട്ടൊക്കെ വരുമ്പോൾ റിവിഷൻസ് ഒക്കെ കഴിയേണ്ട സമയമാണ്. എന്നാലും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു സമയം മുതൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെ, ഈ ഒരു നിമിഷം മുതൽ ഓരോ സബ്ജക്റ്റും കുറച്ച് സമയം കൊടുത്തുകൊണ്ട് ഒരു വൺ ഡേ നമ്മൾക്ക് 2-3 സബ്ജക്റ്റ് എങ്കിലും നിങ്ങളുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ. ഞാൻ എടുത്തു പറയാം, ഈ ഒരു ഇതിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് +2 അതുപോലെ തന്നെ 10th ബോർഡ് ഓഫ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു പെർ ഡേ 2-3 സബ്ജക്ട് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയണം. ഈ പഠിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിക്കാൻ ഇരുന്നിക്കഴിഞ്ഞാൽ ചില പാരന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു 1 hour 2 hours ഒക്കെ പഠിച്ചിട്ട് ആ കുട്ടി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് വീണ്ടും ഇവർ പറയും അല്ലെ, വീണ്ടും ഇവർ പറയും ഇതെന്ത് ഇപ്പൊ പഠിക്കേണ്ട എക്സാം ആയി, ഇനി ഇങ്ങനെ പോയാൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശരിയാവില്ല, പഠിക്കുക, ഇത്ര സമയം വരെ പഠിക്കുക, ഒരിക്കലും പറയരുത്. ഞാൻ പറയുന്നത് ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ കുട്ടി പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു അരമണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ടേക്ക് 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് ബ്രേക്ക്. അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കൂ എന്ന് പറയണം അല്ലെ. ഈ ബ്രേക്ക് എടുപ്പിക്കൽ നിങ്ങളുടെ നിർബന്ധമായിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അലാറം വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. കാരണം ഈ കുട്ടി ബ്രേക്ക് എടുക്കാതെ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് സ്ട്രെസ് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത്, ബ്രേക്ക് എടുക്കാതെ പഠിക്കുന്ന കുട്ടികളില് പിന്നെ ഓർമ്മിക്കാനുള്ള പവർ കുറഞ്ഞു വരുന്നു, കൺഫ്യൂസ്ഡ് ആവുന്നു, പിന്നെയും അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ഈ പഠനത്തുമായിട്ട്. പിന്നെ അവർ കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് ഒരു വെറുപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ അവർ പോകുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ പഠിക്കണോ, തലവേദന എടുക്കുന്നു, വയ്യ, ഇനിയിപ്പോ പഠിച്ചിട്ട് കാര്യമുണ്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അതൊക്കെ മാറ്റിവെച്ച് ഒരു 1 hour 2 hour കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഫോൺ എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടികളെ പിന്നെ ഒരു 40 മിനിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അരമണിക്കൂർ മുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ 5 or 10 മിനിറ്റ്സ് ബ്രേക്ക് എടുപ്പിക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ആ കുട്ടി ഒരിക്കലും ഒരു വിഷ്വൽ ട്രീറ്റിലോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളത്. വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ വിഷ്വൽ ട്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത്, കുട്ടികൾ ഫോൺ എടുക്കുന്നു, കുട്ടികൾ ഈ ഫോണിലൂടെ പിന്നെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയകളോ കാര്യങ്ങളോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്കിലാണ്, ഒരു 5 മിനിറ്റ്സ് ആയിരിക്കും നോക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുന്നതോടു കൂടി ആ കുട്ടിയുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങള് പിന്നെ കുറെ കാര്യങ്ങൾ വാനിഷ് ആയി പോകാനുള്ള സാധ്യതകളും കൂടുതലെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ആ പഠിച്ച കാര്യങ്ങളുടെ കംപ്ലീറ്റ് ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല. അവർ കുറേയും കൂടെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴൊക്കെ വീണ്ടും ആദ്യത്തെ കുറെ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ അതിൽ തന്നെ വീണ്ടും അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും അവർ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പറയാറുള്ളത്, കുട്ടികളുടെ അടുത്ത് പറയാറുള്ള കാര്യം, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ എക്സാമിനാണ്, പബ്ലിക് എന്ന് എടുത്ത് പറയുന്നത് ഈ ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിഷ്വൽ ട്രീറ്റ് നിങ്ങൾ കൊടുക്കരുത്. 15 മിനിറ്റോ 25 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അത് ബ്രേക്ക് തന്നെയാവും. ഒന്ന് ക്ലോസ് യുവർ ഐസ് അല്ലെ, ക്ലോസ് യുവർ ഐസ്, ഒന്നൊരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഒരു 1-2 റൗണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് തിരിച്ചു വരാം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അങ്ങനെയാണ് നിങ്ങൾ അത് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളിപ്പോ ഇത് കേൾക്കുന്നവർ കുട്ടികൾ ഉണ്ടാവണമെന്നില്ല, പാരന്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ടീച്ചേഴ്സ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ളത്, ഒരു മോർണിംഗിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്. കുറെ നമുക്കറിയാം, എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഈസി ആവണമെന്നില്ല. മാത്സ് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, ഇനി മറ്റുള്ള സബ്ജക്റ്റുകളിലോട്ട് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ടീസ് എന്ന് തോന്നുന്നത് ആ സബ്ജക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫ്രഷ് മൈൻഡോട് കൂടി മോർണിംഗിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഈവനിങ്ങിലോട്ടൊക്കെ വരുന്ന സമയത്തിലോട്ടേക്ക്, ഈവനിങ് നൈറ്റ് ഒക്കെ പഠിക്കുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള സബ്ജക്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 40 മിനിറ്റ് പഠിക്കുന്ന സമയത്ത് കുട്ടിനെ കൊണ്ട് ബ്രേക്ക് എടുപ്പിക്കുക. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 1 മണിക്കൂർ മുകളിൽ ഇരിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവുന്ന അറിയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, വൈകുന്നേരത്തേക്ക്
പഠിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം രാത്രിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പറയാം. ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ഒരിക്കലും ഓവർലോഡഡ് ആവുന്ന രീതിയിലേക്കുള്ള ഒരു പഠനം നിങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓവർലോഡിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടി ആ പഠനത്തിനോട് തന്നെ മടുപ്പ് തോന്നും, കുട്ടിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവും, കുട്ടിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ, എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ വരും, എക്സാം ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതും കൂടെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ഓവർലോഡ് വരുന്നില്ല, ഓവറായിട്ട് നമ്മൾ കുട്ടീനെ പുഷ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾക്ക് പലവർക്കുള്ള സംശയമാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്, അല്ലെ? പഠിക്കേണ്ടതൊക്കെ പറഞ്ഞു, ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്? എക്സാമിന്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടത് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമുക്കറിയാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യ പേപ്പേഴ്സുകൾ ഉണ്ട്, അല്ലെ? പ്രീവിയസ്ലി കഴിഞ്ഞ എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംഘടിപ്പിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. അത്ര വെബ്സൈറ്റുകൾ നോക്കി അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക. അതിന്റെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിപ്പിക്കുക. കുട്ടിയോട് പറ അതിന്റെ പാറ്റേൺസ് ഒക്കെ നോക്കാന്നുള്ളത്. അതിന്റെ പാറ്റേൺസ് ഒക്കെ നോക്കി മനസ്സിലാക്കിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കുട്ടിക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് അടിച്ച് പോകരുത്. മീൻസ് നിങ്ങൾ ആരും ഇവിടുന്ന് ഇറങ്ങി പോകരുത്, ഇവിടെ തന്നെ ഇരിക്കുക. എന്താണ് ഈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? കുട്ടിക്ക് ഇനി എങ്ങനെ പഠിക്കണം, അല്ലെ? ചില കുട്ടികൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു, രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു, മൂന്നാമത്തെ ചാപ്റ്റർ, നാലാമത്തെ ചാപ്റ്റർ, ഇങ്ങനെ അത് പഠിച്ചു പോയാലേ കുട്ടിക്ക് ഒരു ശരിയാവുന്നുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് വിചാരിക്കാം. പക്ഷെ നമുക്കിനി ഇപ്പം അതിനുള്ള സമയം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അല്ലെ? നമ്മൾക്കറിയാം മാർച്ചിലേക്കുള്ള എക്സാം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 8 സബ്ജക്റ്റോ 6 സബ്ജക്റ്റോ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ സബ്ജക്റ്റുകൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ഓരോ ദിവസത്തിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് ദിവസം മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ക്വസ്റ്റ്യൻ 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? അതിനോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും ടീച്ചേഴ്സിനുമായിട്ട് സംസാരിച്ചിട്ട് ഈ സബ്ജക്റ്റിന്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അത് ടീച്ചേഴ്സിന് അറിയാം, അത് ഗവൺമെന്റ് തന്നെ പറയുന്നതാണ്, ഇത്ര വെയിറ്റേജ് ഇന്ന് ഇതിൽ നിന്ന് വരും എന്നുള്ളത്. അപ്പൊ ആ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഇനി കുട്ടികൾ പഠിക്കേണ്ടത്. വെയിറ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, നാലാമത്തെ ചാപ്റ്ററിന് ചുരുങ്ങിയത് 8 മാർക്കിന്റെ ഒരു എസ്സെ വരാം. 8 മാർക്കിന്റെ എസ്സെ വന്നില്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് ആൻസർ ആയിട്ട് അത് അവിടെ വരാം, അല്ലെ? ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ചില ചാപ്റ്റേഴ്സിൽ എസ്സേയും വരാം, 1 വേർഡും വരാം, അതിനോടൊപ്പം തന്നെ ഒരു 3 മാർക്സിന്റെയോ 4 മാർക്സിന്റെയോ ഷോർട്ട് ആൻസറും വരാം. ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ചാപ്റ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് ടീച്ചേഴ്സിന് അറിയാം. അത് ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റേജ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ വെയിറ്റേജ് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഇനി ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പേപ്പർ ടു പേജ് ടു ഓരോ ചാപ്റ്റർ വൈസ് പോകുന്നതിനേക്കാൾ നല്ലത് വെയിറ്റേജ് അനുസരിച്ച് പോകാനാണ് ഞാൻ എപ്പോഴും അഡ്വൈസ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ പോകുന്ന കുട്ടികളിൽ ചുരുങ്ങിയത് 60% മാർക്ക് മുകളിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് എനിക്ക് തന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ പലവർക്കും കൺസൾട്ടേഷൻ കൊടുത്തതിന് ശേഷം ഞാൻ നോക്കുന്ന സമയത്തുള്ള കണ്ടിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും ഇത് തന്നെയാണ്. ലാസ്റ്റത്തെ ഒരു 25 ഡേയ്സ് ഇരുന്ന് പഠിച്ച കുട്ടികളൊക്കെ 60% മുകളിൽ മാർക്ക് വാങ്ങി പോയിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് നോക്കണം. വെയിറ്റേജ് നോക്കുമ്പോൾ അതിൽ നമുക്കറിയാം ഒരു 4ഉം 5ഉം 6ഉം 7ഉം ഇങ്ങനത്തെ ചാപ്റ്റർ ആണ് ഹൈ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് വരുന്നത്. അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കാം, അല്ലെ? കുട്ടികളുടെ അടുത്ത് പറയാം, അതിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കാം. അതിനാദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് ആ കുട്ടികൾ ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വന്നു. ഇനി നമുക്കറിയാം കുറച്ചും കൂടെ ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ഒരു ലോ ലെവലിലേക്ക് വരുന്ന ഇമ്പോർട്ടൻസ് സം ടൈം ചോദിച്ചേക്കാം, ഇല്ലെങ്കിൽ ചോദിക്കൂല, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് ഒരു 1 വേർഡ് ചോദിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന പോർഷൻസ് ആകെ ഒരു 2 മാർക്സിന് ചോദിച്ചാലേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ടൈം ലാസ്റ്റിലോട്ടേക്ക് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി ഹൈ വെയിറ്റേജ് ഉള്ളതിന് പ്രയോറിറ്റി കൊടുക്കാം. ഹൈ വെയിറ്റേജ് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററിന് ഹൈ വെയിറ്റേജ് എങ്ങനെ വരുന്നു കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക നിങ്ങളുടെ കുട്ടികളെ, അല്ലെങ്കിൽ അത്തരം ഗൈഡൻസ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇനി ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് അറിയില്ലെങ്കിൽ അതിന്റെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് സംസാരിച്ചാൽ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടിക്കും അനായാസം പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവും, ടെൻഡൻസി ഉണ്ടാവും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്, പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞാൻ എടുത്തു പറയാണ്, ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട് പലവരും, അല്ലെ? അങ്ങനത്തെ ഒരു സംഭവമേ വേണ്ട. നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക, നിങ്ങൾ കുട്ടികൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇന്നു മുതൽ നിർബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ 100-ൽ 101% ഒരു കുട്ടിയും ഒരു സബ്ജക്റ്റും ഫെയിൽ ആവില്ല, എസ്പെഷ്യലി +2.
10th പിന്നെയും കയറി പോകുന്നത് കാണാം. പ്ലസ് ടുവിലോട്ടേക്ക് വരുമ്പോഴാണ് പല കുട്ടികളും സബ്ജക്റ്റിൽ പല വിഷയങ്ങളിലും പാസ്സാവാത്തൊരു സിറ്റുവേഷൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടി എല്ലാ സബ്ജക്റ്റിനും 60% മുകളിൽ മാർക്കോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ പാസ്സാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെയിറ്റേജിനെ കുറിച്ച് മനസ്സിലായി, എങ്ങനെയാണ് കുട്ടി ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത്, ഓരോ വെയിറ്റേജ് അനുസരിച്ചാണ്. ഇമ്പോർട്ടൻസിന് ഹൈ പ്രയോറിറ്റി എടുത്ത് പഠിക്കുക, പിന്നെ ലോ ഇമ്പോർട്ടൻസിന് സെക്കൻഡ് പ്രയോറിറ്റി, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയാം. അതിനോടൊപ്പം തന്നെ നമ്മൾക്കറിയാം, പിന്നെ ചില ചാപ്റ്റേഴ്സിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. 2023 ചോദിച്ചത് തന്നെ 24 ചോദിച്ചിട്ടുണ്ടാവും, 20 ചോദിച്ചിട്ടുണ്ടാവും, 22 ചോദിക്കുന്നുണ്ടാവും. അതേ ചോദ്യം തന്നെ ചെറിയൊരു പാറ്റേണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. ചിലതിൽ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിൽ ഡിസഡ്വാൻറ്റേജ്, പിന്നെ വീണ്ടും ചോദിക്കുന്നത് അഡ്വാൻറ്റേജ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിരന്തരമായിട്ട് 2 എസ് ഈ ഒരു എസ് വന്നില്ലെങ്കിൽ ഈ ഒരു എസ് വരും, മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ സിലബസിലുണ്ട്. പല കുട്ടികൾക്കും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ സബ്ജക്റ്റിന് ടീച്ചേഴ്സ് ആയിട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി ടീച്ചറുമായിട്ടൊരു ഡിസ്കഷൻ നടത്തി, ഒരു മീറ്റിംഗ്, ഒരു ഓറിയന്റേഷൻ, എക്സാം ഓറിയന്റേഷൻ, പിന്നെ ക്ലാസ് എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട്, ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണല്ലോ. ഒരു ഓൺലൈൻ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ടീച്ചറുമായിട്ട് ഓരോ സബ്ജക്റ്റിന്റെ നിങ്ങളെല്ലാം ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നൊരു വെബിനാർ വെച്ചതുപോലെ അവർക്ക് അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ് ആണ് പറയുന്നത്, എന്നാലും ഈ ഒരു 5 to 10 ഇയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ മനസ്സിലാവും. പിന്നെ ഹൈ വെയിറ്റേജ് ടോപ്പിക് ഏതാണെന്ന് അവർക്ക് മനസ്സിലാവും. അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോവാം. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അല്ലെ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടി, പക്ഷേ എക്സാമിന്റെ റിസൾട്ട് വരുമ്പം കുട്ടിക്ക് വേണ്ടത്ര മാർക്കില്ല. എന്നാൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യം തന്നെ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് പിന്നെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് അറിയാൻ നോളജ് ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാം പേപ്പറിലേക്ക് കാണുന്നില്ല. എക്സാം പേപ്പറിൽ എന്തില്ല, വരുന്ന സമയത്ത് ആ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കാണുന്നില്ല എന്നുള്ളത് പറയാറുണ്ട് അല്ലെ. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ എപ്പോഴും റീഡിങ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. പഠിക്കുന്നത് എപ്പോഴും റീഡ് ചെയ്ത് പഠിക്കുന്നു, പിന്നെ അത് മെമ്മറൈസ് ചെയ്യുന്നു, പിന്നെ ഓർക്കുന്നു, പഠിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈം, ഈ ലാസ്റ്റ് 3 months എന്ന് പറയുന്നത് നമ്മൾ റൈറ്റിംഗ് സ്കില്ലും കൂടെ ഇംപ്രൂവ് ചെയ്യണം. നമ്മൾ റീഡിങ് ചെയ്ത് മെമ്മറി ചെയ്ത് വെച്ച സാധനം നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഒരു എക്സാമിന് നമുക്ക് അത്രയും സ്പീഡിൽ എഴുതി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പല കാര്യങ്ങളും കവറേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾക്കറിയാം, ഒരു എസ് എഴുതി കഴിയുമ്പോഴേക്ക് സമയം കൂടെ പോവാണ് അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ചെറിയൊരു ടോപ്പിക് എഴുതുമ്പോഴേക്ക് വീണ്ടും സമയം പോവാണ്. ലാസ്റ്റ് നോക്കുമ്പോഴേക്ക് പിന്നീട് എഴുതാന്ന് വിചാരിച്ച് മാറ്റിവെച്ച പല കാര്യങ്ങളും എന്തില്ല, പല കാര്യങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയേണ്ടത്, 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൈ ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് എക്സാമിന് എഴുതുന്നത് പോലെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അതൊരു മെമ്മറൈസിങ് കൂടെയാണ്. അത് അവർക്ക് ഒന്നും കൂടെ ബ്രെയിൻ ഷാർപ്പ് ചെയ്യുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ അവരുടെ റൈറ്റിംഗ് സ്കിൽസ് കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ വരുന്ന സമയത്താണ് കുട്ടികൾക്ക് പഠിച്ച നോളജ് ഉണ്ട്, അറിയുന്ന ടോപ്പിക്കാണ്, പക്ഷെ എക്സാമിനോട്ടേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ സമയം കിട്ടാത്തൊരു സിറ്റുവേഷൻസ് പറയുന്ന കുട്ടികൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പിന്നെ റേറ്റിംഗിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളുടെ അടുത്ത് പറയേണ്ടത്, നിങ്ങൾ എക്സാം റേറ്റിംഗിന് പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഒന്ന് പേപ്പർ നീറ്റിംഗ് വേണം അല്ലെ. പേപ്പർ നന്നായിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറെ എന്തൊക്കെയോ വാരി വലിച്ച് എഴുതിയിട്ടിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. നമ്മൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക എക്സാമിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ കൊണ്ടുപോയിട്ട് ആ ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജസ് ഇട്ടിട്ട് അഡ്വാൻറ്റേജസ് മാത്രം എഴുതിക്കാൻ ഫുൾ മാർക്ക് വരുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടെങ്കിലും ചെറുതായിട്ട് 2 ലൈനോ ഒരു 3 ലൈനെങ്കിലും ആ ടോപ്പിക് എന്താണെന്ന് എഴുതിയിട്ട്, എന്നിട്ട് വേണം ഞാൻ താഴെ പറയുന്നു അഡ്വാൻറ്റേജസുകളാണെന്ന് പറഞ്ഞിട്ട് അഡ്വാൻറ്റേജസ് ഹൈലൈറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ താഴത്തെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ അതിന്റെ ടോപ്പിക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 1 by 1 പോയിന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യാത്തൊരു കാലത്തോളം നമുക്ക് എന്തില്ല, നല്ലൊരു മാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഇതും കൂടെ പറഞ്ഞു കൊടുക്കണം. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ടു ലൈൻസ് ഒരു 3 ലൈൻസ് എങ്കിലും എന്താണെന്ന് എഴുതിയിട്ട് വേണം ആ മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പം ആ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു എസ് എ ടൈപ്പ് ഒക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ എസ് എയിൽ
ആദ്യം തന്നെ ആ ഒരു 3-4 ലൈൻസ് ഈ ഞാനിപ്പോ പറഞ്ഞതുപോലെ കുറച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് കൊടുക്കുക, അതിന്റെ എസ്സേയിൽ ചോദിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻസും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറയണം അല്ലെ. നമ്മളൊരു കൺക്ലൂഷൻസും കൂടെ കൊടുത്തു കഴിയുന്നതോട് കൂടി ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ചോദിച്ച ചോദ്യത്തിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് മാർക്ക് തരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരെ കൊണ്ട് റേറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അവർ പഠിച്ച കാര്യങ്ങൾ നോക്കാതെ ഓർമ്മിച്ച് എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയാം. ഇതൊക്കെ നമ്മളെ ബ്രെയിനുമായിട്ട് ഒരു കണക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എഴുത്തെന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ. ആ ബ്രെയിനിന് ആ ഒരു സ്പീഡും ആ ഒരു ബ്രെയിൻ്റെ ആ ഒരു പാത്ത് വേയും ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രെയിൻ്റെ പാത്ത് വേ ക്ലിയർ ആവുകയുള്ളൂ. അങ്ങനെ പാത്ത് വേ ക്ലിയർ ആവുന്ന സമയത്താണ് കുറേയും കൂടെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ചില കുട്ടികൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാത്ത കുട്ടികൾ പലവരുടെയും പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ വെറുതെ എടുത്ത് പറയുന്നതല്ല. പല ടീച്ചേഴ്സുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ കൂടെയുള്ള ടീച്ചേഴ്സുകൾ സെലീന ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് മാം. കാരണം അവർക്ക് ഒരു ക്ലാസ് ഉണ്ട് ഓൺലൈനിൽ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. എനിവേ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളുടെ കുട്ടികളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് 4 ക്വസ്റ്റ്യൻസ് എഴുതാൻ വരുന്നത്, ബാക്കി 4 ചോയ്സ് ആണ്. ഈ 8 നിന്ന് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു 4 എടുത്തിട്ട് എഴുതാന്നുള്ളതാണ് ഓപ്ഷൻസ് അല്ലേ. പക്ഷെ പല കുട്ടികളും എന്ത് ചെയ്യും, ഈ 8 വാരി വലിച്ച് എഴുതാൻ തുടങ്ങും. കാരണം ഏതിലെങ്കിലും 2 മാർക്ക് 1 മാർക്ക് 1 മാർക്ക് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുൾ മാർക്കിലേക്ക് വരുമോ എന്നുള്ള ഒരു ധാരണ കുട്ടികളിലുണ്ട്. തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. പബ്ലിക് എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി അതാണ്. 8 ക്വസ്റ്റ്യൻ തന്നിട്ട് 4 അറ്റൻഡ് ചെയ്യാൻ പറയുന്നുള്ളൂ എങ്കിൽ ആ 4 മാത്രം ചെയ്യുക. ഈ 4 അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 8 നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന 4 ആ 4 എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു 4 മാത്രം എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ഇതേപോലെ തന്നെയാണ് എസ്സേ ടൈപ്പിലോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു 3-4 എസ്സേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും 1-2 മാത്രമായിരിക്കും എസ്സേ എഴുതാൻ വേണ്ടി പറയുന്നുണ്ടാവുക. പല കുട്ടികളും ഓരോ നമ്പർ ഇട്ടിട്ടും പകുതി എഴുതിയിട്ട് വെക്കുന്നവരുണ്ട്. അത് ചെയ്യരുതെന്ന് പറയണം. ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് വേണം എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക നിങ്ങളുടെ കുട്ടികളെ. ഇങ്ങനെയാണ് നമ്മൾ റേറ്റിംഗിന്റെ ഒരു ഏരിയ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റം ആണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് അല്ലെ. ഒരു ആക്റ്റീവ് ലേണിംഗ് ഇങ്ങനെ ഇരുന്ന് കുറെ ബുക്സ് വായിച്ച് പോയി ഇതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതിക്കോളാം എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ബിലോ ആവറേജ് മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ ആ സബ്ജക്ട് ഫെയിൽ ആവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. കാരണം ഈ ഒരു കുട്ടി ഞാൻ അങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ 1, 2, 3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറോളം വായിക്കുന്നത്, ബുക്സ് മാറ്റി വെക്കുന്നു, അടുത്ത ബുക്സ് എടുക്കുന്നു, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു, അത് മാറ്റി വെക്കുന്നു. ഒരു കാര്യം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എന്താ പറയാ പിന്നെ ഈ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ഈ ബക്കറ്റിന്റെ അടിയിൽ താഴത്തെ ഭാഗത്ത് അടി കറക്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അതെന്താവും, ആ തോട്ടയിലൂടെ ഒക്കെ വെള്ളം പോയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കാം. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചില്ല, ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം പഠിച്ചു എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. റീഡിംഗ് പോയിട്ടുണ്ട്. പക്ഷെ എക്സാം എത്തുമ്പോഴേക്കും എന്തില്ല, ഈ കാര്യങ്ങളെല്ലാം കൺഫ്യൂഷൻ ആണ്. വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻസ് വന്നിട്ടില്ല, പ്രോപ്പർ പ്രിപ്പറേഷൻ വന്നിട്ടില്ല. വേണ്ട രീതിയിൽ ഓർമ്മിച്ചെടുത്ത് നല്ല രീതിയിൽ പേപ്പറിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളെ ഒരു ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. എന്താണ് ഈ ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊരു അധ്യാപകനോ ഒരു ടീച്ചറോ ആയി നിന്നുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി അല്ലെ, അതൊരു ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റമാണ്. ഞാൻ പഠിച്ചൊരു ടോപ്പിക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനെ മറ്റൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഞാൻ പഠിച്ച കാര്യങ്ങൾ 1 പോയിന്റ്സ് ഒക്കെ ബേസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു ആക്റ്റീവ് സിസ്റ്റം ആണ് അല്ലെ. ഇനി അതല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഓർമ്മിച്ചെടുത്തിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതൊരു ആക്റ്റീവ് സിസ്റ്റം ആണ്. അത് ഓരോ കുട്ടിയുടെയും ആക്റ്റീവ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് കേട്ടോ. ചില കുട്ടികൾ ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ശരീരമൊക്കെ ആടി ഒരു റിതമൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പറയും നീ എന്താ പഠിച്ച കാര്യങ്ങൾ പാട്ട് പാടുവാണോ,
അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് ചില പാരന്റ്സ് ദേഷ്യപ്പെടാറുണ്ട്. പാട്ട് പാടുന്നതല്ല, അത് അവരുടെ സ്റ്റൈൽ എന്നാണ്. അത് ഓരോ കുട്ടിയുടെയും ആക്റ്റീവ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചൊരു കാര്യം പക്ഷെ എത്ര കണക്ട് ചെയ്തിട്ട് ആ ഒരു പാർട്ടിൽ എത്തുമ്പോൾ മറന്നു പോവാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സെന്റൻസ് മാത്രം എനിക്ക് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചെറിയ വേർഡ് മാത്രം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികളെ നിങ്ങൾ കാണാറുണ്ട്. അതിന്റെ പേരിൽ കുട്ടികൾ അവിടെ എത്തിയിട്ട് സ്ട്രക്ക് ആവുകയും കുറേ സമയം നമ്മൾ ആലോചിച്ച് ആ സമയം കളഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടികളുടെ അടുത്ത് പറയണം, എന്താ പറയേണ്ടത് നമ്മള്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഏതാണോ അതുമായിട്ട് ആ ഒരു സാധനത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സാധനം ഓർമ്മിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ പറയും, ഓ ഇത് ഇന്നതാണെന്ന് ബ്രെയിൻ ഒരു മെസ്സേജ് കൊടുക്കും. അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രിക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ ഏതോ ഒരു വീഡിയോ നമ്മുടെ സിനിമാ നടി നവ്യ നായരുടെ ഒരു സ്പീച്ച് ഞാൻ എവിടെയോ കണ്ടപ്പം ഒരു സ്കൂൾ കുട്ടികൾക്ക് അവിടെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നതും ഞാൻ കേട്ടിരുന്നു. അവർക്ക് ഇങ്ങനെ ഏതൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് വരുന്ന സമയത്ത് ഡാൻസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നവ്യ നായർ എന്ന് പറഞ്ഞത്. അപ്പൊ അവര് ആ ഡാൻസിന്റെ സോങ്സോ അല്ലെങ്കിൽ ഡാൻസിന് എന്തെങ്കിലും മുദ്രാസുകളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാലും ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ ഡാൻസിന്റെ പെട്ടെന്ന് ഓർമ്മ വരികയും അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു പറയും. അത് കറക്റ്റ് ആണ്, അതൊരു ആക്റ്റീവ് ലേണിംഗ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ അതൊരു മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയ്ഡ്സും കൂടെ ആണെന്നുള്ളതാണ്, ഒരു ടിപ്പും കൂടെ ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില കുട്ടികൾക്ക് പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പ് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയാന്നുള്ളതാണ്. മെയിൻ മാപ്പ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ബ്രെയിൻ മാപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ മാപ്പ് എന്ത് ചെയ്യണം, ഈ ഫാമിലിന്റെ ഏതൊക്കെയാണ് രീതിയിൽ, അല്ലെ അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദേഴ്സ്, ഗ്രാൻഡ് പാരന്റ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്യാറുണ്ട്. ഇതൊരു ഒരു എക്സാമ്പിൾ പറയാണ് ബ്രെയിൻ മാപ്പിന്റെ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിന്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ടോപ്പിക്കിന് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ബ്രെയിൻ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുക? നമ്മൾ 2-3 തവണ ശരിക്കും നോക്കി കണ്ണ് ക്ലോസ് ചെയ്യുന്നു, അത് ആ ഫോട്ടോസ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള കാര്യം ഒന്നും കൂടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നു, കിട്ടാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുന്നു. അങ്ങനെ 1 or 2 3 കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിൻ നമ്മളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഓർമ്മയിലുള്ളത് പോലെ ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ആ ഒരു മെത്തേഡ്സ് കുട്ടികളെ കൊണ്ട് നമുക്ക് ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ബ്രെയിൻ മാപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണോ കുട്ടികൾക്ക് ഇഷ്ടം ആ അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാന്നുള്ളതാണ്. പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ IBL അല്ലെ, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം. എന്താണ് ഈ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം? ഞാൻ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓറഞ്ചിനെ കുറിച്ചിട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ തന്നെ ആ ഓറഞ്ചിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യണം, അതിന്റെ ആൻസർ നമ്മൾ തന്നെ ചോദിക്കുന്നു, നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു സിസ്റ്റം അല്ലെ. ഇതെന്താണ്? ഓറഞ്ച് ആണ്. ഈ ഓറഞ്ചിന് എന്ത് കളറാണ്? ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്താണ്? മധുരമാണോ പുളിയാണോ? ഈ ഓറഞ്ച് ഏത് മരത്തിലാണ് ഉണ്ടാകുന്നത്? ഏത് പ്രദേശത്താണ് ഈ ഓറഞ്ച് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളത്? ഈ ഓറഞ്ചിന്റെ ഉള്ളിൽ കുരുകളുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇവർ തന്നെ ചോദിക്കുന്നു, ഇവർ തന്നെ ആൻസർ പറയുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് IBL എന്ന് പറയുന്നത്, എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അതിന്റെ ഒരുപാട് മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ തരുന്നതാണ്. നിങ്ങൾ ടോപ്പിക് കൊടുത്താൽ തന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകണം പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാം അല്ലെ. ഒരു ടോപ്പിക് കിട്ടുന്നു, ആ ടോപ്പിക്ക് അവർ പഠിക്കുന്നു, പിന്നെ അവർക്ക് IBL മെത്തേഡ്, എൻക്വയറി ബേസ്ഡ് മെത്തേഡ് അവർക്ക് നോക്കാം. അപ്പൊ അതും ഒരു മെമ്മറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ബ്രെയിൻ ഇതൊക്കെ പിന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് ബ്രെയിൻ എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ ആവശ്യാനുസരണത്തിന് അനുസരിച്ച് നമുക്കത് എടുക്കാൻ വേണ്ടി സാധിക്കും. പല കുട്ടികളും പറയുന്നുണ്ട്, സാറേ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു അല്ലെ. നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല കുട്ടികൾ പറയുന്നത്, എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന കാര്യം എക്സാമുകളിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം മറന്നു പോവാണെന്നുള്ളത്. എന്താണ് ഈ മറവിയുടെ പ്രശ്നം? എന്തായിരിക്കും മറവിയുടെ പ്രശ്നം? ആരെങ്കിലും പറയുന്നുണ്ട് ഇതില്? ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. മറക്കാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും കുട്ടികള്? ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവുന്നതാണ്. കുട്ടികൾ മറക്കാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും? പഠിച്ച കാര്യം ഓർമ്മയിൽ വരുന്നില്ല, എന്ത് ചെയ്യും? എനി ഐഡിയ? ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുട്ടികൾ പറയാറുണ്ടോ? ആരും പറയുന്നില്ല? ഉണ്ട്. ഓക്കെ.
ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടികൾ റീകോൾ ചെയ്യാത്തതാണ്, അല്ലെ? നമ്മൾ അത്യാവശ്യം പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുകയാണല്ലോ കുട്ടികൾ. പിന്നെ ഈ കുട്ടികൾക്ക് വീണ്ടും അതേ കാര്യം ഓർമ്മിക്കണമെന്ന് പറയുമ്പോൾ ഒരു മടിയാണ്. ഇനി ഓർമ്മിച്ചിട്ട് കിട്ടാണ്ട് അയക്കാൻ ടെൻഷൻ ആവൂലേ? അപ്പൊ അതുകൊണ്ട് ചില കുട്ടികൾ അത് ഓർമ്മിക്കാനേ പോവാറില്ല. പഠിച്ചിട്ടുണ്ട്, യെസ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും, അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റീകോൾ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. എങ്ങനെ റീകോൾ സിസ്റ്റം കൊണ്ടുവരേണ്ടത്? പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഡേയിൽ 2 തവണയെങ്കിലും ഓർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുകിൽ നമ്മളെ കണ്ണൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ പിന്നെ ആ ഒരു പോയിന്റ് ഒക്കെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ബുക്ക് ഓപ്പൺ ചെയ്യുക, മനസ്സിലാക്കുക, വീണ്ടും ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ഫസ്റ്റ് മുതൽ വരുന്നു, വീണ്ടും ആ കിട്ടാത്ത ഏരിയ വീണ്ടും കവർ ആയിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ റീകോൾ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഒരു ദിവസം 2 തവണയെങ്കിലും റീകോൾ ചെയ്യണം ആ ഒരു ടോപ്പിക്. അതിനുശേഷം പിറ്റേത്തെ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റീകോൾ ചെയ്ത് നോക്കണം. അത് നമുക്ക് മനസ്സിൽ ആലോചിച്ച് നോക്കാം, പോയിന്റ് വൈസ് നോക്കാം, കംപ്ലീറ്റ്ലി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് റേറ്റ് ചെയ്തിട്ടും ആ ഒരു സംഭവം നോക്കാം. റീകോൾ സിസ്റ്റം നിങ്ങൾ കുട്ടികളടുത്ത് പറയേണ്ടത്, റീകോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ കുട്ടികൾ ചെയ്യുന്നില്ല എങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികൾ മറന്നു പോകും. കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പറയാറുണ്ട്, ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തിയാൽ മാത്രമേ ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫ്യൂച്ചറിലേക്ക് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികൾ പലപ്പോഴും സെൻസറി മെമ്മറി നോക്കി മനസ്സിലാക്കി, അല്ലെങ്കിൽ കേട്ടു, വായിച്ചു, പഠിച്ചു, നേരെ കുറച്ച് സമയത്തേക്ക് നോക്കുമ്പോൾ അത് ഉണ്ട്, മൈൻഡിലുണ്ട്. കാരണം ഇത്ര സെക്കൻഡ്സ് ഒക്കെ നമ്മൾ സെൻസറി മെമ്മറിയിലൊക്കെ ഉണ്ടാവുള്ളൂ. ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെക്കൻഡ്സ് അവിടെ ഉണ്ടാവും, അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകും. പിന്നെ അടുത്ത ലോഡ് വരുന്ന സമയത്ത് അതാണ് ഓർമ്മിക്കുകയുള്ളൂ. പക്ഷെ ലോങ് ടേമിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടെത്തിക്കണം. ഈ ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തണമെങ്കിൽ ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ റീകോൾ സിസ്റ്റം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിവിഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഇന്ന് പഠിച്ചു, 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഓർമ്മയിൽ ഉണ്ടാവില്ല, പല പോയിന്റ്സും വിട്ടുപോയിട്ടുണ്ടാവും, അതിന്റെ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി മനസ്സിലാക്കി മൈൻഡിൽ ആ പോയിന്റിനെ കൊണ്ടുവരികയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, പിന്നെ റീകോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കുട്ടികളെ ചെയ്യിപ്പിക്കുക. പല കുട്ടികൾക്കും മടിയുള്ള ഒരു കാര്യമാണ്, പക്ഷെ ആ മടിയില്ലാത്ത ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ചില കുട്ടികൾ പറയുന്നുണ്ട്, തീരെ പഠിക്കാൻ ഇരിക്കാൻ ഭയങ്കര ബോറാണ്, അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് പറഞ്ഞാൽ മതി. ഒരു 2-3 ഡേയ്സ് നിങ്ങൾ 20 മിനിറ്റ്സ് മാത്രം പഠിച്ചാൽ മതി, പിന്നെ പഠിക്കരുത്, ബുക്ക് മാറ്റി വെക്കാൻ പറയാം. അങ്ങനെ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി 20 മിനിറ്റ്സ് 30 മിനിറ്റ്സും 40 മിനിറ്റ്സും 1 അവറിലോട്ടൊക്കെ മാറിക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. അവരുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ട്. ആ സമയം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് അവരുടെ റൊട്ടീന്റെ ഭാഗമാവുകയും കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ചില കുട്ടികൾക്ക് പിന്നെ പിന്നെ ഇങ്ങനെ കുറെ ഇക്വേഷൻസ് വരുന്നതൊക്കെ ഡിഫിക്കൽട്ടീസ് ഉള്ളവരുണ്ടാവാം. ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് പഠിക്കാനുള്ള ബോറടിക്കുന്നവർ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവരുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പല മെമ്മറി ടിപ്സുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ നോക്കിയിട്ട് എടുക്കുക. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് പോലെ ചങ്കിങ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഒരു വലിയ ടോപ്പിക് നമുക്ക് ഒരു 3-4 ലെവലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ 3-4നെയും ഇങ്ങനെ ഓർമ്മിച്ചും പിന്നെ അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന മെത്തേഡും ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ പിന്നെ സോങ് ആയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ചിത്രമായിട്ട് കണക്ട് ചെയ്തിട്ടോ, എങ്ങനെയാണോ ആ കുട്ടിയുടെ ഇഷ്ടം അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ ഈസി ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഈ റീകോൾ ചെയ്യുന്നതോട് കൂടി എന്താണ് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ മെമ്മറി കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരാളും പിന്നെ ഈസി ആയിട്ട് പിന്നെ ഓർമ്മിച്ചെടുക്കുന്നതാണ്, അവനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അവരെടുക്കുന്ന എഫേർട്ട് കുറെ മുൻപേ എഫേർട്ട് എടുത്ത ആളുകളാകുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ ഒരു ഏരിയാസ് ഡെവലപ്പ് ആയിട്ടുണ്ടോ, ക്ലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം, അല്ലെ? അവരുടെ ബ്രെയിൻ ഈസി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം പബ്ലിക് എക്സാം എത്തുന്ന സമയത്താണ് അവർ പഠിക്കാനിരിക്കുന്നത്. ഇതിനു മുൻപേ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പഠിക്കാത്തൊരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ ഏരിയ ക്ലിയർ ആകുള്ളൂ.
ആ ഏരിയ ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഏരിയാസ് ക്ലിയർ ആകുന്ന വരെ ഉള്ള സമയം പീരീഡ് മാത്രമേ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുള്ളൂ. നോർമലി നമ്മൾ പറയാനുള്ളത് 7 ദിവസം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത അടുത്ത 7 ദിവസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും, അല്ലെ? പിന്നെ എന്റെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ചെയ്യുന്ന കാര്യം തന്നെ 21 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഏത് പാതിരാക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പറയുന്ന ലെവലിലോട്ടേക്ക് വരും. അപ്പൊ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ വേറെ ഒന്നും, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒന്നും ഇല്ല. അവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഇല്ല. റീകോൾ സിസ്റ്റം തന്നെയാണ് ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുക, എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അവിടെ വേറെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒന്നും ഇല്ല എന്നുള്ളത് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 എത്തുമ്പോൾ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരണ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആദ്യമേ തന്നെ കുട്ടികൾക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കണം. LKG-കാരനാണ്, UKG-കാരനാണ്, ഇപ്പൊ എന്തിനു പഠിക്കുന്നു, കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് പഠിക്കാം. അവൻ 2ാം ക്ലാസ്സിൽ എത്തുന്നു, 3ാം ക്ലാസ്സിൽ എത്തുന്നു, 4ാം ക്ലാസ്സിൽ എത്തുന്നു, കുറച്ചും കൂടെ കഴിയട്ടെ, നമുക്ക് നോക്കാം. തെറ്റാണ്. ആ കുട്ടി LKG-യിലാണെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, ആ കുട്ടി എഴുതിയിട്ടില്ലെങ്കിലും സാരമില്ല, ആ കുട്ടി വായിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. ആ കുട്ടിക്ക് ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ടൈം, അത് എപ്പോഴും ആ ഒരു കറക്റ്റ് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ ടൈമിൽ ആ കുട്ടിയെ നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കണം. ഇരുത്തി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് പഠിപ്പിക്കണമെന്നല്ല, അല്ല ടോപ്പിക് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇരുത്തി പഠിപ്പിച്ച് ആ ഒരു ഫ്രെയിം കൊടുക്കണം. ആ കുട്ടിക്ക് ആ ഒരു ഇന്നൊരു സമയമാകുമ്പോൾ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇനി എന്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കാനാണ് എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിൽ അവനക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ആ കുട്ടി അതിലോട്ടേക്ക് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. അങ്ങനെ ഒരു ഫ്രെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ 1-2 വർഷമേ ഈ കുട്ടികളെ ബുദ്ധിമുട്ടുള്ളൂ. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ പോയിരിക്കും, പഠിക്കും, മുന്നോട്ട് വരും. നിങ്ങളുടെ എഫേർട്ട് കുറഞ്ഞു വരും. പക്ഷെ നിങ്ങൾ നേരെ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾ നേരെ എന്തെങ്കിലും ഒരു 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ ആകുമ്പോഴാണ് കുറേയും കൂടെ സമയം, അല്ലെങ്കിൽ കുറേയും കൂടെ ഇമ്പോർട്ടൻസ് ഈ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് പഠനത്തിന്റെ കാര്യത്തിലോട്ടേക്ക്. അപ്പോഴാണ് എന്ത് വരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, കുട്ടി പഠനത്തിന് വെറുക്കുന്നത്, പിറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന കുട്ടികൾ ലാസ്റ്റ് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടാകുമ്പോൾ പഠിക്കാൻ വേണ്ടി പിന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. അത് വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ അതിലോട്ടേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ പറയാണ് എനിക്ക് പറ്റുന്നില്ല, സാരമില്ല, മതി, ട്രൈ യുവർ ബെസ്റ്റ്, ട്രൈ യുവർ ബെസ്റ്റ്. നിനക്ക് ഇന്ന് നീ 10 മാർക്കിന്റെ പഠിക്കാൻ ഇരുന്നിട്ട് ഒരു പക്ഷെ നിനക്ക് 10 മാർക്ക് കിട്ടണമെന്നില്ല, 5 മാർക്ക് കിട്ടും, അതിലൊരു സംശയമില്ല, അല്ലേ? 5 മാർക്ക് നിനക്ക് കിട്ടും, അതിലൊരു സംശയമില്ല. നീ ഇത്രയും പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ടോപ്പിക്കിന് വേണ്ടി നീ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 4 മാർക്ക് നീ എന്തായാലും കരസ്ഥമാക്കും, അതിലൊരു സംശയമില്ല. അതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ മതി. നമ്മൾക്ക് എല്ലാത്തിനും A+ വാങ്ങണമെന്നും എവിടെയും പറയുന്നില്ല, അല്ലെ? എല്ലാത്തിനും A+ കിട്ടിയാലേ പറ്റുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് ഇതുപോലത്തെ പോസിറ്റീവ് മൈൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ആർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാവണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ടോപ്പിക്സ് ഏരിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ട്രെസ് മാനേജ്മെന്റിലോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്കറിയാം എക്സാമിലോട്ടേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് സ്ട്രെസ് നോർമലി ആയിട്ട് വരും. ഇത്തരം സ്ട്രെസ്സുകളെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് സ്ട്രെസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ പോസിറ്റീവ് സ്ട്രെസ് ചില സമയത്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം പാരന്റ്സ്, ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും കമ്പാരിസം ഒഴിവാക്കുക. ആ കുട്ടിയെ കണ്ടോ, അവർക്ക് ഈ മോഡൽ എക്സാമിന് ഇത്രയും മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് എന്തുകൊണ്ട് എനിക്കില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കാം. ട്രൈ യുവർ ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈ യുവർ ബെസ്റ്റ്. നിനക്ക് പറ്റുന്നത്ര നീ ട്രൈ ചെയ്യും, റിസൾട്ട് അല്ലേ അത്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിന്റെ മാക്സിമം നീ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭാഗം കഴിഞ്ഞു. അതാണ് പറയേണ്ടത്, അല്ലേ? പറയേണ്ടത് അതാണ്. നമുക്ക് നോക്കാം, ട്രൈ യുവർ ബെസ്റ്റ് എന്നുള്ള ലെവലിലോട്ടേക്ക്. പിന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് ഈ ഒരു പിന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം, ഓ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ വലിയ മാറ്റമോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും, അതിലൊരു സംശയമില്ല. നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കാറുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ 4 സെക്കൻഡ്സ് ശ്വാസം മുകളിലോട്ടേക്ക് വലിക്കുക, നമ്മൾ 4 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക,
6 സെക്കൻഡ്സിൽ പുറത്തോട്ടേക്ക് വിടുക അല്ലെ. ശ്വാസം മുകളിലോട്ടേക്ക് ഒരു 4 സെക്കൻഡ് ഇങ്ങനെ, പിന്നെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്ത് പറയാം, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് നിങ്ങൾക്കും എന്തെങ്കിലും സ്ട്രെസ് ആയിട്ട് തോന്നരുത്, നെഞ്ചിനൊരു ഭാരമൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ, ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നല്ലൊരു മനസമാധാനവും പിന്നെ ഒരു പീസ് ഓഫ് മൈൻഡും. ഇനി എന്തെങ്കിലും ചെയ്യണം, ആ ഒരു എവിടേക്കോ കുടുങ്ങിക്കിടക്കുന്ന തോട്ട് ഉണ്ടല്ലോ, ആ തോട്ടൊക്കെ ക്ലിയർ ആയി കുറച്ചും കൂടെ നമുക്ക് പിന്നെ എന്താ പറയാ, ഒരു റീസണിങ് ലെവൽ ആയിട്ടുള്ള തോട്ടിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ആദ്യമേ ചിന്തിക്കുമ്പോൾ എവിടേക്കോ ഒരു കുടുങ്ങി കിടക്കണം, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ലാത്തൊരവസ്ഥ. പക്ഷെ ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട്, ഇപ്പം കാണിച്ചൊരു എക്സസൈസ് ഒരു 5 മിനിറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 7 ടൈമോ 5 ടൈമോ 6 ടൈമോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് ആലോചിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും, അതിലൊരു സംശയമില്ല. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഈ എക്സാം ടൈം ആയി വരുമ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കുട്ടി പഠിക്കുന്നതിന് മുൻപേ ഒരു ബ്രീത്തിങ് എക്സസൈസ് രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചെയ്യിക്കാം. അതുപോലെ എക്സാമിന്റെ ടൈമിലാണെങ്കിലും മോർണിംഗിൽ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. എക്സാമിന്റെ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് റിലാക്സേഷൻ ടൈം എന്തോ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് എന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പറയാന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ കുട്ടിയുടെ ബ്രെയിൻ ഒക്കെ ഒന്നും കൂടെ ക്ലിയർ ആകും എന്നുള്ളതാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതോടുകൂടി. അപ്പോൾ കുട്ടിക്ക് ടെൻഷൻ കുറയുന്നു, നല്ല പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുട്ടികളില് ഈ ഒരു ടൈമില് ഫുഡ് കഴിക്കാനുള്ള വിരക്തിയൊക്കെ ഉണ്ടാവും അല്ലെ. ഫുഡിനോട് താല്പര്യമില്ല, വെള്ളം കുടിക്കുന്നില്ല, എപ്പോഴും പഠിത്തമാണ്, ഉറക്കമില്ല, ഉറങ്ങാതെയാണ് ഇരുന്ന് പഠിക്കുന്നത്, ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണത്, കൃത്യസമയം ഒരു 7 മണിക്കൂറെങ്കിലും കുട്ടി മാക്സിമം ഉറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. കാരണം നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു അല്ലെ. നിങ്ങളുടെ കുട്ടികൾ അത്യാവശ്യം ഇരുന്ന് സമയം എടുത്ത് പഠിച്ചു കഴിഞ്ഞു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രെയിനിൽ ഒന്ന് കറക്റ്റ് ചെയ്യണ്ടേ. ബ്രെയിൻ ആവശ്യമുള്ള സ്ഥലത്ത് ഈ ബ്രെയിൻ എല്ലാം ഒന്ന് അടക്കി പറക്കി വെക്കണ്ടേ. ഇതെല്ലാം കൊണ്ട് ചവറ് പോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, നമ്മുടെ തലച്ചോറിലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ, ഇതിനൊക്കെ ഒന്ന് ഓരോ ഭാഗത്തേക്ക് അടക്കി അടക്കി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സ്ലീപ്പ് നിർബന്ധമാണ്. നിങ്ങൾ ഏത് ന്യൂറോ സയൻസ് ബേസ്ഡ് ഉള്ള ബുക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണെന്ന് പറയുന്നത് പിന്നെ സ്ലീപ്പ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മള് ബ്രെയിന് ഡാമേജ്ഡ് ആയിട്ട് ആക്സിഡന്റ് കേസ് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനൊക്കെ ഒന്ന് റെഡിയാക്കി വന്നു കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയും ഷുഡ് ബി ഒരു 8 hours 9 hours എങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഉറക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് പറയും. അത്രയും പവർ ആയിട്ടുള്ള ഒരു സാധനമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു മെമ്മറി കിട്ടണമെങ്കിൽ, പഠിച്ച കാര്യങ്ങൾ ശരിക്കും ആ സമയത്തേക്ക്, എക്സാമിന്റെ സമയത്തേക്കാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ കുട്ടി നല്ലൊരു സ്ലീപ്പ് ഉണ്ടാവണം, നിർബന്ധമാണ്. സ്ലീപ്പിനുള്ള സമയത്താണ്, ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. മറ്റെല്ലാ സമയത്തും നമ്മുടെ ബ്രെയിന് ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആക്സെപ്റ്റ് ചെയ്ത എല്ലാ കാര്യത്തിനെയും അതാത് സ്ഥലത്ത് അടക്കി പറക്കി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ഫോൾഡറിന് എടുത്ത് തരണമെങ്കിൽ ആ ബ്രെയിന് ഗുഡ് സ്ലീപ്പ് നിർബന്ധമാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് സ്ലീപ്പ് നിർബന്ധമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവാം. അതിനോടൊപ്പം തന്നെ കുട്ടി പ്രോപ്പർ ടൈം ഫുഡ് കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക. വെള്ളം നിർബന്ധമാണ്. പല കുട്ടികൾക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടികൾ തലചുറ്റി വീണ കേസസുകൾ വന്നിട്ടുണ്ട്. ഈ കേസസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുട്ടി ലാക്ക് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരെ ഡോക്ടറിന് ഓക്സിജൻ കിട്ടാത്ത ഒരു പ്രശ്നം വരുന്നു, ബ്രീത്തിങ് കൺജക്ഷൻസ് ഉണ്ടാവുന്നു, ബ്രീത്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അങ്ങനെ ഒരു അൺകോൺഷ്യസിലോട്ടേക്ക് പോയ കുട്ടികൾ, ഇതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ പിറകിൽ എന്താണ്, കുട്ടി ആവശ്യത്തിന് വെള്ളമില്ല ബോഡിയിൽ എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് മേക്ക് ഷുവർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രോപ്പർ ടൈം ഫുഡിന്റെ കേസ് വരുന്ന സമയത്ത് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് ഔട്ട്സൈഡിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ, അത് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കുട്ടിക്ക് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തോട്ടേക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതി കഴിഞ്ഞ് വന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് എവിടെയോ ഒരു ഫേസിൽ ഒരു ചേഞ്ചസ് കാണുകയാണ് അല്ലെ. പാരന്റ്സിന് പെട്ടെന്ന് മനസ്സിലാവും കുട്ടിക്ക് ഒരു സാഡ് ഉണ്ട്, കുട്ടിക്ക് എവിടെയോ ഒരു നിരാശ തോന്നുന്നു. കുട്ടീനോട് ചോദിക്കുമ്പോൾ കുട്ടി ഒന്നും തുറന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ കുട്ടി പറയുന്നു, ഉമ്മ ഞാൻ ഇന്ന് എഴുതിയ എക്സാം എനിക്ക് അത്ര ഒരു തൃപ്തി തോന്നുന്നില്ല,
പിന്നെ ഫെയിൽ ആവുന്ന ഒരു പേടി തോന്നുന്നുണ്ട്, അപ്പം തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കരുത് അല്ലെ. പല പാരന്റ്സിനും ഉള്ളതാണ്. എന്ത് നിന്നോട് അപ്പം പറഞ്ഞാൽ പഠിക്കണം, നീ അന്നേരം ഫോൺ എടുത്ത് കളിച്ചിട്ടല്ലേ, മറ്റേതെല്ലാം മറിച്ചതല്ലേ, നീ മറ്റവരെല്ലാം പാസ്സാകുമ്പോൾ നീ തോറ്റിട്ടിരിക്കും, നോക്കിക്കോ, അപ്പുറത്തെ വീട്ടിലെ ആളെ കണ്ടില്ലേ, നമ്മളെ കസിൻസ് ആരെങ്കിലും ഉണ്ടാവും, ഈ കസിൻസിൽ ആ കുട്ടിയെ കണ്ടില്ലേ, അവരൊക്കെ ജയിക്കുമ്പോൾ നീ തോറ്റിരുന്നു, ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും അല്ലെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ആ കുട്ടി എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ആ കുട്ടിക്ക് ചെയ്യാനില്ല, റിസൾട്ട് എന്താണോ അതാണ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ, വർത്തമാനത്തിൽ അവിടെ എവിടെയെങ്കിലും ഒരു നിരാശയോ പ്രശ്നങ്ങളോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാം, മോട്ടിവേഷൻസ് കൊടുക്കാം. നമ്മൾ A+ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നതോ നമ്മൾ എൻ്റെ അല്ല എന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ പറയുന്നത് ട്രൈ യുവർ ബെസ്റ്റ്, റിസൾട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്. നീ നന്നായി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരും, അതിൽ നമ്മൾ തൃപ്തരാവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ടുള്ളതാണ്, യൂട്ടിലൈസ് മാക്സിമം അല്ലേ, അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഈ ഒരു ചേഞ്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ പറഞ്ഞിട്ടും ആ കുട്ടിയുടെ നിരാശ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്രൊഫഷണലിന്റെ സഹായം നിങ്ങൾ കരസ്ഥമാക്കുക. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം നിങ്ങൾ കരസ്ഥമാക്കിയേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പല കുട്ടികളെയും കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, റിസൾട്ട് വരുന്ന സമയത്തുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ അത്തരം തോട്ടുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അത്രയേ ഉള്ളൂ. അത് എന്തിനാണ് അതിന്റെ ആവശ്യം, റിസൾട്ട് വരുമ്പോഴേക്ക് എല്ലാത്തിലും A+ കുട്ടികളാണ്, പക്ഷെ ഏതോ 2 വിഷയത്തിന് പിന്നെ A+ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് സൂയിസൈഡ് ചെയ്ത കേസസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അത് പലപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിന്റെ പിറകിൽ ഇതുപോലത്തെ ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, പാരന്റ്സിന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീത്ത പറയാനോ വഴക്ക് പറയാനോ നിൽക്കരുത്. അവര് അവരുടെ ബെസ്റ്റ് എന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ദിസ് ഇസ് നോട്ട് എൻഡ്, നമ്മൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തതിൽ പിടിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് സക്സസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവര് തന്നെ മാക്സിമം മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും, എന്റെ പാരന്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഡെയിലി നമ്മൾ സ്ലീപ്പ് നന്നായിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ന്യൂട്രീഷൻ വാല്യൂ ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണ് ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ചെറുതൊരു 15 മിനിറ്റ്സ് വാക്ക് ആണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോ അതല്ല, പുറത്തൊന്നും പോകാനുള്ള സമയമില്ല, നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചുമ്മാ ഒരു പാട്ട് വെച്ച് ഡാൻസ് എങ്കിലും ചെയ്യാലോ. ഒരു ബോഡി ഫിസിക്കൽ എക്സസൈസ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും മെമ്മറിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഉണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, കുട്ടിയുടെ ക്യാരക്ടറിൽ എവിടെയെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യാം, കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക, ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. അത് എന്നിട്ടും ഒരു പറ്റുന്നില്ല, കുട്ടി വീണ്ടും അതേ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഒരു പ്രൊഫഷണൽ സഹായം തേടേണ്ടതാണ്. ഞാൻ എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ചില വാർത്തകൾ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വ്യക്തമായിട്ട് അറിയണമുള്ളതുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ആയിരിക്കില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിയോട് പഠിക്കുക നമ്മൾ പറയും അല്ലെ. കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ പിന്നെ TV ഓൺ ചെയ്ത് നിങ്ങൾ അപ്പുറത്തുനിന്നായിരിക്കും കാണുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏരിയാസിന് ക്ലിയർ ചെയ്യുക, അതിന്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും കുറച്ചും കൂടെ ആ ഒരു കുട്ടി പഠിക്കുന്നത്, ആ കുട്ടിക്ക് ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് ഏതെങ്കിലും ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാനോ അല്ലെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പല പാട്ടുകളും പല മ്യൂസിക്കും കേട്ട് കുട്ടി ഇപ്പുറത്ത് എഴുതുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് മറ്റേ ഈ ഒരു ഇൻസ്റ്റ പേജോ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാണ് കൂടുതൽ പ്രാധാന്യം പോവുക. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതാനുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടാൻ മതി എന്നുള്ള ഒരു അവസ്ഥയിലോട്ടേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം, ട്രൈ യുവർ ബെസ്റ്റ് അല്ലെ, ട്രൈ യുവർ ബെസ്റ്റ്. പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കാത്ത രീതിയിലോട്ടേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ട്രൈ യുവർ ബെസ്റ്റ്, റിസൾട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്.
എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഹാർഡ് വർക്ക് നെവർ ബി വർത്ത്ലെസ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അല്ലെ. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതിലൊരു സംശയമില്ല. നാം പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് വെറുതെ അതൊക്കെ പലപ്പോഴും സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മ്യൂട്ട് അൺമ്യൂട്ട് ആക്കിയല്ലോ, സോറി, ഓക്കെ, മ്യൂട്ട് ചെയ്യാതെ ചോദിക്കാവുന്നതാണ്. ആർക്കും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ ഞാൻ അടുത്തൊരു ടോപ്പിക്കിലോട്ടേക്ക് പോവാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, തീർന്നു കേട്ടോ, നമ്മള് സംഗതികൾ തീർന്നു. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ ഒരു വേദിയും കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാം. അതിനുള്ള ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിനുള്ള ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരുപാട് മെമ്പേഴ്സ് നമ്മൾ ഈ വെബിനാറിലുണ്ട്. ഒരു പാനൽ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തീർച്ചയായിട്ടും കിട്ടും. ഇനി ഞാൻ പറയുന്നത്, പലപ്പോഴും ഇപ്പൊ നമ്മുടെ പബ്ലിക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അടുത്ത് ഞാൻ പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത്, സംഗതി വലുതാണെങ്കിലും ചെറിയ രീതിയിലേക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിന്റെ പ്രശ്നങ്ങൾ. ചെറിയ കുട്ടികളാണ്, 5ാം ക്ലാസ്സിലെത്തി 6ാം ക്ലാസ്സിലെത്തി, പഠിക്കാൻ മാത്രം പറ്റുന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആണ്. പഠനത്തിലോട്ടേക്ക് വരുമ്പോൾ എന്താണ്, ആക്റ്റീവ് അല്ല, വളരെ പിറകോട്ടാണ്. അക്ഷരങ്ങൾ അറിയുന്നില്ല, എത്ര പഠിപ്പിച്ചു കൊടുത്താലും മനസ്സിലാവുന്നില്ല. എത്ര അടി കൊടുത്തു, എത്ര ചീത്ത പറഞ്ഞു, എന്തൊക്കെ ശിക്ഷകൾ കൊടുത്തു, പണിഷ്മെന്റ് കൊടുത്തു, ഒരു മാറ്റവും ഇല്ല കുട്ടികളിൽ. എന്താണ് റിയൽ പ്രോബ്ലം? അല്ലെങ്കിൽ പറയുന്നുണ്ടാവാം, ഇനിയിപ്പോ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പല ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇനിയിപ്പോ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കൂടുതലായിട്ട് അവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ അങ്ങനെയേ ഉള്ളൂ, അവൻ അത് തീരുമാനിച്ചു അല്ലേ. അവന് തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. ടീച്ചേഴ്സും പറയും അവൻ അവന്റെ ഭാഗത്ത് എഫേർട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവനിക്ക് പറ്റാത്തത്. ബാക്കി എല്ലാ കാര്യത്തിലും ആൾ ആക്റ്റീവ് ആണ്. ഈ ഒരു കാര്യത്തിൽ പഠനം എന്ന് പറയുന്നത് വരുമ്പോൾ മാത്രമാണ് പിറകോട്ടുള്ളൂ അല്ലെ. എന്താണ് റിയൽ പ്രോബ്ലം? കുട്ടി അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതാണോ, അല്ലെ കുട്ടിയെ അങ്ങനെ ഒരു പ്ലേ ചെയ്യുന്നതാണോ? നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? റിയലി ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ട്, പഠനത്തിന്റെ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. കുട്ടിയുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ കുട്ടിയുടെ പഠനത്തെ, പ്രശ്നത്തെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100ൽ 101% ആ കുട്ടി പഠനത്തിൽ മികവ് വരും. അക്ഷരം അറിയാത്ത കുട്ടി അക്ഷരങ്ങൾ പഠിക്കും, വായിക്കാൻ അറിയാത്ത കുട്ടി വായിക്കും, എഴുതാൻ അറിയാത്ത കുട്ടി എഴുതി തുടങ്ങും, മുമ്പോട്ടേക്ക് വരും. ഒരിക്കലും പിറകോട്ടേക്ക് പോവില്ല കുട്ടി. അപ്പൊ എവിടെയാണ് പ്രശ്നം? എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ കുട്ടിയുടെ പ്രശ്നത്തെ, റിയൽ പ്രോബ്ലത്തെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ പ്രശ്നമാണ്. ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാവുന്നില്ല, ആ കുട്ടിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു, നിങ്ങൾ അടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ വിടുന്നു, പൈസകൾ കൊടുക്കുന്നു, ട്യൂഷൻ 1-2 മാസം കഴിയുന്നു, കുട്ടിയിൽ മാറ്റം കാണുന്നില്ല, നിങ്ങൾ എന്നിട്ട് പറയാണ് കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നുള്ളത്. തെറ്റ്. അതിനുള്ള പ്രൊഫഷണൽസ് ഉണ്ട് അല്ലെ. അതിന് റെമഡിയേറ്റേഴ്സ് ഉണ്ട്, ഇന്റർവെൻഷനിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ചു വരുന്ന ആളുകളാണ്. ഈ സ്പെസിഫിക് ലേണിംഗ് പ്രോബ്ലത്തെ കുറിച്ച്, അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥയിൽ പോകുന്ന കുട്ടികളെ കുറിച്ച് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ആളുകളാണ്. അതും പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പം പോലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൈകളിലാണ് നിങ്ങൾ കുട്ടികളെ എത്തിക്കേണ്ടത് അല്ലെ. അവരുടെ കൈകളിൽ എത്തിക്കുമ്പോഴാണ് അവരാണ് ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ കുട്ടികളുടെ ശരിക്കുള്ള പ്രോബ്ലംസ് എന്താണെന്നുള്ളത്. ആ പ്രോബ്ലംസിനെ മനസ്സിലാക്കി ആ ഏരിയക്ക് വേണ്ടി ആ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാം. ഒരു സംശയമില്ല. ഞാൻ എടുത്തെടുത്ത് പറയാണ്, അടിവരയിട്ട് പറയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കഴിവില്ലാത്ത ഒരു കുട്ടി ജനിക്കുന്നില്ല എന്നുള്ളതും ഒരു കുട്ടിക്കും പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളരുതെന്നും ഞാൻ പറയുന്നത്. പറ്റും. അതിന് എന്ത് വേണം? നിങ്ങൾ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനും മറ്റ് എന്ത് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനും നിങ്ങൾ പൈസ ചെലവാക്കാൻ റെഡിയാണ്. പക്ഷെ ഒരു കുട്ടിയുടെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് വരുമ്പോൾ വലിയ സ്കൂൾ പഠിപ്പിക്കാൻ നിങ്ങൾ റെഡിയാണ്. എന്നാൽ ആ കുട്ടി ജീവിതത്തിൽ റിയൽ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിലോട്ടേക്ക് പോകുമ്പോൾ അതിന് നിങ്ങൾക്ക് പൈസ ചെലവാക്കാൻ കുറച്ച് മടിയുള്ള പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ. കുട്ടിക്ക് റെമഡിയേഷൻസ് കൊടുത്താൽ ക്ലിയർ ആവുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട്, സാർ അത് പറ്റത്തില്ല, ഇത്ര പൈസ വേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഇനിയിപ്പോൾ കുറച്ച് വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിച്ചോളും എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട് അല്ലെ.
അത് എത്രത്തോളം പിന്നെ പഠിച്ചോളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു ഒരു ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മോശമായിട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ടവൻ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടും 5ാം ക്ലാസ്സിലത്തെ കാര്യം അറിയുന്നില്ലെങ്കിൽ അവൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. ആ കുട്ടി പിന്നെ പഠിക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല. ഈ പഠനത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കുട്ടികളാണ് പലപ്പോഴും പല മോശമായ ഒരു അവസ്ഥയിലൂടെ വാർത്തകളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത് അല്ലെ. മോശമായ ഒരു രീതിയിലൊക്കെ കുട്ടികൾ പോയി പെടുന്നത്. അത്തരമൊരു സോഷ്യൽ നമ്മളിപ്പോ പൊതുവെ പറയുന്ന സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് പഠനത്തിന് നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ എഴുതാൻ പറ്റുന്നില്ല, എന്താണ് റിയൽ പ്രോബ്ലം, അത് നിങ്ങൾ കണ്ടെത്തുക. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഒരു പ്രൊഫഷണൽ സഹായം തേടുക. റീഡിങ്ങിന്റെ പ്രശ്നം എന്താണ്? റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, റിയൽ പ്രോബ്ലം മനസ്സിലാക്കുക, അതിന് സൊല്യൂഷൻ കൊടുക്കുക. മാത്സിലോട്ടൊക്കെ വരുമ്പം മാത്സിന്റെ പ്രശ്നമുണ്ട്, എന്താണ് മാത്സിന്റെ പ്രശ്നം, ഇന്നതാണ് പ്രശ്നം അല്ലേ? അത് മനസ്സിലാക്കി അതിനുള്ള റെമഡിയേഷൻസ് കൊടുത്താലേ കയറി വരുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ എന്റെ കുട്ടി പഠിക്കുന്നില്ല, എന്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്റെ കുട്ടി പഠിക്കുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, അവന് പഠിപ്പിച്ചു കൊടുത്താൽ ഓർമ്മയിലില്ല, ഇപ്പം വായിച്ചു കൊടുത്തത് 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാലാകാലം ആ കുട്ടി ഒരു 2ാം ക്ലാസ് മുതൽ നിങ്ങൾ പറയും എവിടം വരെ 10ാം ക്ലാസ് വരെ നിങ്ങൾ പറയും. 10ാം ക്ലാസ്സിൽ ഒരു സ്ക്രൈബിന്റെ സഹായത്തോടു കൂടി എക്സാം നിങ്ങൾ പാസ്സാക്കിപ്പിക്കും അല്ലെ? ഈ സ്ക്രൈബിന്റെ സഹായത്തോടു കൂടി 10ാം ക്ലാസ്സിൽ എക്സാം എങ്ങനെയെങ്കിലും കയറി മുന്നോട്ട് പോകും. എന്നാലും ഈ കുട്ടിയുടെ പ്രശ്നം അവിടെ കിടക്കുമല്ലേ? ഈ കുട്ടിക്ക് ഇനി മുമ്പോട്ട് എന്തെങ്കിലും, കുട്ടിയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കുട്ടികളെ അസസ്മെന്റിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോയ സമയത്ത് എഴുതാനും വായിക്കാനും അറിയാത്ത എത്രയോ കുട്ടികൾ നമ്മൾ കണ്ടു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഹൈ പ്രൊഫഷനിലുള്ള കേസസുകളാണ് പറയുന്നത്. ഓക്കെ, റഫ്സീനാന്റെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈ പ്രൊഫഷൻസ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ആഗ്രഹമാണ്. ആ കുട്ടി ഒരു 10ാം ക്ലാസ് കഴിയുന്നതോട് കൂടി ഒരു പക്ഷെ ആ ആഗ്രഹങ്ങളൊക്കെ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ +2 വരെ എങ്ങനെയെങ്കിലും എത്തി, +2 ഫെയിൽ ആവുന്നതോട് കൂടി ആ ആഗ്രഹം മരവിച്ചു പോകുന്ന അവസ്ഥ. കുട്ടിയുടെ ശരിക്കുള്ള ആഗ്രഹം എന്തായിരുന്നു? ഒരു പ്രൊഫഷണൽ ആവുക അല്ലെ, ഒരു ടീച്ചർ ആവാനോ, അല്ലെങ്കിൽ ഒരു MBBS കാരി ആവാനോ, MBBS കാരനാവാനോ, ഒരു പൈലറ്റ് ആവാനോ ഒക്കെയാണ് കുട്ടിയുടെ ആഗ്രഹം. പക്ഷെ അതൊക്കെ പാതി വഴിയിൽ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കുട്ടിക്ക് റെമഡിയേഷൻസ് കൊടുക്കാതിരുന്നതാണ് പ്രശ്നം. ആ കുട്ടിയുടെ ശരിക്കുള്ള പ്രോബ്ലത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോയതാണ് പ്രശ്നം. ആ കുട്ടി നാളെ പല മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് നമ്മൾ വേദനിക്കാൻ തുടങ്ങും. പല വാർത്തകളിലും പിന്നെ കുട്ടിയുടെ പിക്ചേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ വിഷമിക്കാൻ തുടങ്ങും, സങ്കടപ്പെടാൻ തുടങ്ങും. അന്നേരം നമ്മൾ പല കൗൺസിലേഴ്സിന്റെ അടുത്തും ആൾക്കാരുടെ അടുത്തും റീഹാബിലേഷൻ സെന്ററുകളിലൊക്കെ ഓടി പോകും. അന്ന് നിങ്ങൾ റെമഡിയേഷൻസിൽ കൊടുക്കാൻ മടി കാണിച്ച പൈസന്റെ എത്രയോ മടങ്ങ് ഡബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പല റീഹാബിലേഷൻ സെന്ററിലും കൊടുക്കേണ്ടി വരും. പല പോലീസ് കേസുകളും അഡ്വക്കേറ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ 1ാം ക്ലാസ്സിലാണെങ്കിലും 2ാം ക്ലാസ്സിലാണെങ്കിലും കുട്ടിക്ക് ആ 2ാം ക്ലാസ്സുകാരന്റെ ഒരു അവസ്ഥയിൽ പഠനത്തിലെ പെർഫോമൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ പിറകോട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ട്രൈ. നിങ്ങൾ ഒരു ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ കൊടുക്കുകയോ എന്നിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റെമഡിയേറ്ററിന്റെ കയ്യിലെത്തണം. ആ കുട്ടി ഒരു റെമഡിയേറ്ററിന്റെ കയ്യിലെത്തണം, ഒരു ഇന്റർവെൻഷനിസ്റ്റിന്റെ കയ്യിലെത്തണം. എങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ റിയൽ പ്രശ്നത്തെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പൊ ഇതില് റഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോനിക്ക് മാത്സ് മാത്രമാണ് താല്പര്യമുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് മാത്സിനോട് ഭയങ്കര നമ്മൾ പറയാറ്, നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളിൽ ആയിട്ടാണ് ഇതിന്റെ റീഡിങ്ങിന്റെ ഒരു ഏരിയാസ്, അതുപോലെ തന്നെ മാത്സിന്റെ ഒരു ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ പല ഏരിയാസുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയാസ് നല്ല ഡെവലപ്പ് ആവുകയും ഒരു പക്ഷെ ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ പ്രീ മാത്സ് എന്ന് പറയുന്ന ഇത്, പ്രീ റീഡിങ് അല്ലെങ്കിൽ പ്രീ ലേണിംഗ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇപ്പൊ അതില് മാത്സിന്റെ കേസ് ആ കുട്ടിക്ക് കുറേ കൂടെ മുൻപേ അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആ എടുക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു കഴിവ് കൊണ്ടും കുട്ടികൾ മാത്സിൽ നല്ല പിന്നെ ഫൗണ്ടേഷൻ കിട്ടുകയും പിന്നീട് ആ കുട്ടികൾക്ക് മാത്സ് ഭയങ്കര സിമ്പിൾ ആവുകയും പിന്നെ ആ ഇൻട്രസ്റ്റിംഗ് ആയി കുറെ കാര്യങ്ങൾ അവർ തന്നെ അതിലേക്ക് കാണുകയും ചെയ്യുമ്പോൾ ആ ഒരു സബ്ജക്ട് ഇങ്ങനെ കയറി വരും അല്ലെ. മാത്സ് നന്നായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടാവും. നേരെ മറിച്ച് ആ ഒരു 2-3 ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്നൊരു ടീച്ചർ ചേഞ്ചിങ് ഒക്കെ വന്ന് ടീച്ചർ വേണ്ടത്ര രീതിയിൽ മാത്സിനെ പരിഗണിക്കുന്നില്ല, കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ മാത്സ് വീണ്ടും ഡിഫിക്കൽട്ടീസിലേക്കും പോകും. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കയ്യിലും ഒരുപാട് കാര്യങ്ങൾ കിടക്കുവാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, എന്റെ മോന് പഠിക്കാൻ കഴിവില്ല,
കഴിവുള്ള ആളാണ്. ബട്ട് ഇപ്പോ പഠനത്തിൽ പിന്നോക്കം പോകുന്നു. പഠി ഓക്കെ. പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയണം എന്താണ് കുട്ടി പഠനത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള കാരണം. കുട്ടിയുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എവിടെയെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? പിന്നെ നമുക്കറിയാം കുട്ടികളുടെ ചില ഏജുകളിൽ വരുന്ന സമയത്ത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണും. കുറെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളാവും, അനിഷ്ടങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ആവും. ആ സമയത്തൊക്കെ നമ്മൾ പഠനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷറിങ് കുറയ്ക്കുകയും വേണം പഠനത്തിലോട്ടേക്ക് വരുമ്പോൾ. കുട്ടികൾ ഇൻട്രസ്റ്റിംഗ് പഠനത്തിലോട്ടേക്ക് വരുത്തിക്കണം. എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് വരുത്തിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം LKG-കാരനാണെങ്കിലും കുട്ടികൾക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കണം. ഫ്രെയിം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടിക്ക് എല്ലാ ദിവസവും ഇന്ന സമയം കുട്ടിയെല്ലാം കളിയിൽ സ്കൂൾ വിട്ട് വരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഒന്ന് കളിക്കാനൊക്കെ പോകുന്നു, കുട്ടിയുടെ പിന്നെ പുറത്തുനിന്ന് കളികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കുട്ടി ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാവണം. അവിടെ പോയി കൊണ്ടുപോയി ഇരുത്തണം. നിങ്ങൾ ഇരിക്കണം. നിങ്ങളും ഒരു ബുക്സ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയോ നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയോ അതിനിടയിൽ കുട്ടീനോടും കൂടെ അവരുടെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ പഠിക്കാനുള്ള പിന്നെ ത്വര കുട്ടികളിൽ ഉണ്ടാവും. പഠിക്കാനുള്ള മടി നിങ്ങൾക്ക് കുറഞ്ഞു വരാം. കുറച്ച് നാളത്തേക്ക് ഒരു എഫേർട്ട് നിങ്ങൾ കൊടുക്കണമെന്നേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കുട്ടി തന്നെ ചെയ്തോളും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തോന്നുന്ന പോലെ പഠിപ്പിക്കുന്നു, തോന്നുന്ന സമയത്ത് ഇരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി ഇതാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകും. കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം കുറയും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുട്ടിയുടെ ബ്രെയിനൊക്കെ ഈ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇപ്പൊ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡോപ്പമീൻ, നമ്മുടെ ഹാപ്പിനെസിന്റെ ഹോർമോൺസുകളെല്ലാം ബ്രെയിനിൽ ആ ഒരു ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്, പ്രൊഡക്ഷൻസ് നടക്കുന്നത്. നമ്മൾക്ക് അല്ലെങ്കിൽ ബ്രെയിനിൽ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ സഡൻലി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കുട്ടി അതിൽ നിന്ന് പിടിച്ചു വലിച്ച് പഠനത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒരു ചെറിയൊരു മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റിനെ കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. നമ്മൾക്ക് ഒരു പക്ഷേ അറിയാം, ഓക്കെ ഇന്ന സമയമായി, ഇനിയിപ്പോ ഉമ്മ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് നമുക്കറിയാം. നമുക്കൊരു മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ വിളിക്കുമ്പോൾ നമ്മൾ അതൊരു പക്ഷേ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അതിലോട്ടേക്ക് പോവാം. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾക്ക് ഈ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ചീറ്റലും പൊട്ടലൊക്കെ സംഭവിക്കും ഇല്ലേ. നമ്മൾ സൗണ്ട് എടുക്കും, ഒന്ന് വിളിക്കും വരുന്നില്ല, രണ്ട് വിളിക്കും വരുന്നില്ല, മൂന്നാമത് നമ്മൾ സൗണ്ട് ഉയർത്തി വിളിക്കാൻ തുടങ്ങും. അപ്പം കുട്ടിയുടെ കേൾക്കുമ്പോൾ കുട്ടിക്ക് അത് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങും, കുട്ടിക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അങ്ങനെ കുട്ടി നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ നോക്കുമ്പോൾ താല്പര്യം കുറയും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അടിക്കുന്നു, ചീത്ത പറയുന്നു, പിന്നെ കുട്ടിയുടെ കുറെ കൂടെ ദേഷ്യപ്പെടുന്നു, കുട്ടി പഠനത്തിൽ പിറകോട്ട് പോകും. പിന്നെ അവനക്ക് പഠിക്കാന്ന് പറയുന്നത് താല്പര്യമേ ഇല്ല. ആ ഒരു ഏരിയാസുമായിട്ട് കുട്ടി കണക്ട് ആവേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പറയുന്നത് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പണ്ടത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇന്നത്തെ കുട്ടികളെ അത് പണ്ടത്തെ കാലം അല്ലെ, പണ്ട് മുത്തശ്ശി കഥകളൊക്കെ കേട്ടിരുന്ന കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ടൂൺ ചേഞ്ചസ് കേൾക്കുമ്പോഴൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു പണ്ടത്തെ കുട്ടികൾക്ക്. പക്ഷെ ഇന്നത്തെ അതേ ഒരു മെത്തേഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ, അത് സഡൻലി കൊണ്ടുവരുമ്പോൾ, ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. സഡൻലി കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കാം? അതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ കുറേയും കൂടെ ട്രഡീഷണൽ മെത്തേഡ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജി ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. ആ ഒരു സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരാം. മാത്സ് ആണെങ്കിൽ ഗെയിംസ് ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് മാത്സ് ചെയ്യിപ്പിക്കാം അല്ലെ. റീഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഗെയിംസ് ആക്ടിവിറ്റിയോട് കൂടി റീഡിംഗ് പഠിപ്പിക്കാം. നമ്മൾ ഒരുപാട് പുതിയ പുതിയ മെത്തേഡുകൾ, അത്തരം പുതിയ മെത്തേഡുകളിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കുട്ടിയും കൂടെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ പുതിയ ഇതിൽ വരുമ്പോൾ കുട്ടിയുടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് പഠിച്ചാലേ പഠിക്കുന്നൊന്നുമില്ല. നമ്മൾ എന്ത് കൊടുത്താലും കുട്ടിയുടെ ആ മെമ്മറിയിൽ എത്തണം. അല്ലെങ്കിൽ കുട്ടി അത് മനസ്സിലാക്കണം. A ഫോർ ആപ്പിൾ ആണ്, B ഫോർ ബനാന എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നുണ്ട്, A എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ടെന്നും ആ ലെറ്ററിന് ഇങ്ങനെയാണ് എഴുതുന്നെന്നുള്ളതും ആ ലെറ്ററിന്റെ സൗണ്ട് ഇതാണെന്നുള്ളതും കുട്ടിക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അതിന് എന്തൊക്കെ ഗെയിംസുകൾ ഉണ്ട്, അത്തരം ഗെയിമുകൾ നമ്മൾ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അടുത്ത മെസ്സേജ്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് എക്സാം കഴിഞ്ഞു പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കണം എവിടെയാണ് കുട്ടിയുടെ റിയൽ പ്രോബ്ലം എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാണ്, ഒരിക്കലും ഒരു പഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു കുട്ടീനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് കുട്ടിക്ക് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ട് എന്നാൽ എന്റെ മോനിക്കും ഇത് തന്നെയാണ് പ്രശ്നം. ഒരിക്കലുമല്ല. അവനിക്ക് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ എന്റെ മോനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അതാണ് പ്രശ്നം, അതൊക്കെ അത് ശരിയായിക്കോളും. അവർക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി റെഡി ആയിട്ടില്ല, അപ്പൊ എന്റെ മോനും ഇങ്ങനെ റെഡി ആവും. ഒരിക്കലുമില്ല. പഠനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പഠനങ്ങൾ, റിസർച്ചുകൾ പറയുന്നത് ഓരോ കുട്ടിയിലും വ്യത്യസ്തമായ രീതിയിലാണ്
പഠനത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നതുപോലെ റെഡിയാവും എന്നുള്ള രീതിയിൽ ഇന്ന കുട്ടീനെ കമ്പയർ ചെയ്തിട്ടൊന്നും ഒരിക്കലും പറയരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം നിങ്ങൾ ശരിക്കും ഇരുന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കാം. സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെമഡിയേറ്ററിന്റെ സഹായം നിങ്ങൾ തേടേണ്ടതാണ്. മോനെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് LKG UKG ഒക്കെ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. സ്കൂളിൽ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പഠിക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഈ ഒരു കേസ് പറയുമ്പോൾ ഞാൻ അടുത്തിടെ എന്റെ ലാസ്റ്റ് വെക്കേഷൻ ഞാൻ കേരളത്തിൽ ഉണ്ടായ സമയത്ത് പിന്നെ ഇതുപോലെ ഒരു കുട്ടിയുടെ കൊണ്ടുവന്നു. നല്ല മിടുക്കനായിട്ടുള്ള ഒരു മോനാണ്. നല്ലോണം 4ാം ക്ലാസ് വരെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ഒരുപാട് പ്രോഗ്രാം, സ്റ്റേജ് കലോത്സവങ്ങളും കാര്യങ്ങളിലും എല്ലാം പങ്കെടുത്തൊരു കുട്ടി പെട്ടെന്ന് പിറകോട്ടേക്ക് വന്നു. ആ കുട്ടിയെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവര് വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്. 5ാം ക്ലാസ് മുതൽ വേറെ പുതിയ സ്കൂളിലേക്ക് വന്നു. അവിടെ 4 വരെ ഉള്ളൂ. 5ാം ക്ലാസ്സിൽ പുതിയ സ്കൂൾ വന്നപ്പോൾ ആ പുതിയ സ്കൂളിലെ ടീച്ചേഴ്സിന് ഈ കുട്ടികളുടെ സ്ട്രെങ്ത് അറിയുന്നില്ല. പിന്നെ അവരെപ്പോഴും ഈ കുട്ടീനോട് മോശമായി ബിഹേവ് മീൻസ് ചീത്ത പറയുന്നു. മറ്റുള്ള ഇതുവരെ കണ്ട ഒരു അറ്റ്മോസ്ഫിയറും ഇതുവരെ കിട്ടിയ ടീച്ചേഴ്സിന്റെ സ്നേഹത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരാളെ കാണുകയും വ്യത്യസ്തമായിട്ടുള്ള ടീച്ചേഴ്സ് വരികയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസം വന്നു. ടീച്ചർ 1 2 തവണ ഈ കുട്ടികളോട് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും സംസാരിക്കുകയൊക്കെ പറയും, അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ഇഷ്ടപ്പെടാതെ വരും. ഇല്ലേ? കുട്ടികൾക്ക് അറിയുന്നില്ല, അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പറയുന്നത് അവർക്ക് അറിയുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആദ്യം ടീച്ചറോട് ദേഷ്യം വെക്കുന്നു, അല്ലെ? അപ്പൊ അവർ പിറകോട്ട് വരും. ഇത് ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? കുട്ടി പിന്നെ തീരെ പഠിക്കാത്തൊരവസ്ഥ. ഇതാണ് ആ കുട്ടിയിൽ കണ്ടത്. ആ കുട്ടിക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, മാത്സിന്റെ നല്ല നോളജ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ മാർക്കില്ല, പഠിക്കുന്നില്ല പ്രോപ്പറായിട്ട്. എന്താണ് പ്രശ്നം? ആ ടീച്ചേഴ്സിനോട് താല്പര്യമില്ല. എന്തുകൊണ്ട്? ആദ്യത്തെ സ്കൂളിൽ നിന്ന് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുത്ത കുട്ടി ഈ ക്ലാസ്സിൽ വന്നപ്പോ, ഈ സ്കൂളിൽ വന്നപ്പോ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ല. ടീച്ചേഴ്സിന്റെ ഒരു ബിഹേവിയറിൽ വന്നൊരു ചേഞ്ചസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒന്ന് മാറിയപ്പോൾ കുട്ടിയുടെ ക്യാരക്ടറിലും പഠന രീതിയിലൊക്കെ മാറി. ഇതേപോലെ തന്നെ സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്തും കുട്ടികളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. 2ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടെ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സമയമാണ്. പിന്നെ കുറെ കൂടെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ വരുന്നു, റെഗുലർ ആക്ടിവിറ്റീസ് കൂടുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ പതിയെ ഒന്ന് പുറകോട്ട് പോകും. അതിനെ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുവരാം മുന്നോട്ടേക്ക്. പിന്നെ ഈ ഒരു കേസ് നമ്മൾ ശരിക്കും പറയണം എന്തുകൊണ്ടാണ്, അല്ലെ? ഇതേപോലെ തന്നെ കുട്ടിയുടെ ന്യൂട്രീഷൻ വാല്യൂ കുറയുന്ന, ബോഡിയിൽ കുറയുന്ന സമയത്ത്, കുട്ടികൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത്, കുട്ടിയുടെ ബ്ലഡ് കൗണ്ടിങ് കുറയുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മള് പിന്നെ സ്കൂൾ അറ്റ്മോസ്ഫിയർ റെഡിയാവാതെ വരുമ്പോൾ, ടീച്ചേഴ്സ് ബിഹേവിയർ റെഡിയാതെ വരണം, ഇതേപോലെ തന്നെ ഫാമിലിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ കുട്ടികളെ ബാധിക്കും, അല്ലെ? ഇതൊക്കെ കുട്ടികളെ പഠനത്തിന് ബാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് കുട്ടി പിറകോട്ട് പോയത്. ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? അത് നമ്മൾ അറിയണം. ചില സമയത്ത് അവരുടെ പിയർ ഗ്രൂപ്പിന്റെ ബുള്ളിങ് കൂടെ വരുന്ന സമയത്ത് ഒരു പരിഹാസമോ കളിയാക്കലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ നിന്ന് പിറകോട്ടേക്ക് പോകും. ആ സമയത്തൊക്കെ അവരെ കുറിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണ് 2ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്, അല്ലെ? അത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നിർബന്ധിച്ചാലും കുട്ടി വീട്ടിൽ നിന്ന് വായിക്കുന്നുണ്ട്, വായിക്കുന്നില്ല. എന്താണ് ശരിക്കുള്ള പ്രോബ്ലം? എത്ര നിർബന്ധിച്ചിട്ടും പറ്റുന്നില്ല. ടീച്ചേഴ്സ് കുറെ പ്രാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു, ചീത്ത പറഞ്ഞു, ഒരു അനക്കവും ഇല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തൊരു കേസ് വന്നു. ഈ ഒരു കേസ് വന്നപ്പോൾ അത് ബിഹേവിയറൽ പ്രോബ്ലംസ് കൂടെ കാണിച്ചുകൊണ്ടാണ് അവർ വന്നത്. അനുസരണ ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. കുട്ടിയെ നമ്മൾ ശരിക്കും അനാലിസിസ് ചെയ്യും, കുട്ടിയെ കൗൺസിലിങ്ങിലൂടെ ഒക്കെ വിധേയമാക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുട്ടി ട്രൈ ചെയ്തു മുൻപേ 1 2 3 തവണ കുട്ടി ട്രൈ ചെയ്തു. കുട്ടിക്ക് പിന്നെ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടിയാണ്, അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയുന്നില്ല, വായിക്കാൻ അറിയുന്നില്ല. അപ്പൊ കുട്ടി ബുക്സ് എടുത്ത് വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എല്ലാവരും കളിയാക്കി ചിരിച്ചു. ഈ കുട്ടി ആ പീരീഡ് കഴിഞ്ഞ് PT പീരീഡിലോട്ടേക്ക് പോയ സമയത്തും ഇതെല്ലാം കുട്ടികളെല്ലാം പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്തു. അന്ന് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ വീട്ടിലോ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചു കൊണ്ടുപോകും സ്കൂളിലോട്ടേക്ക്, അല്ലെ? ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളിലൊക്കെ നമ്മളിത് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടീനോട് ലൗഡ്ലി വായിക്കൂ, ഉറച്ചത്തിൽ വായിക്കൂ, ഒച്ചത്തിൽ വായിക്കൂ എന്ന് പറയുമ്പോൾ കുട്ടി വായിക്കാൻ റീഡിങ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ നിർബന്ധിക്കരുത്. ആ കുട്ടിയെ പേഴ്സണലി എടുത്തുകൊണ്ട് നമ്മൾ വിളിപ്പിക്കുകയോ നമ്മൾ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയോ അതോടൊപ്പം തന്നെ കുട്ടിനെ കൂടെ നിന്ന് വായിച്ച് നോക്കട്ടെ ടീച്ചർ എന്ന് പറയുകയോ കുട്ടി വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയോ, അല്ലെങ്കിൽ അതിന് മുന്നേ നീ അവിടെ ആണെങ്കിൽ അവിടെ മോൻ ഇരിക്കും, അടുത്താൾ വരുത്തുന്നുണ്ട്, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിനെ കൊണ്ട് ആദ്യം വായിപ്പിക്കുക, ടീച്ചറുടെ അടുത്ത് കൊണ്ട് ആ കുട്ടിനെ കൂടെ ഒന്ന് വായിപ്പിക്കുക, സാവധാനം ഒച്ചത്തിൽ ശബ്ദമില്ലാതെ തന്നെ വായിപ്പിക്കുക. എന്നിട്ട് വേണം ഈ മകനെ കൂടെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മകൻ ട്രൈ ചെയ്യും. അവിടെ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ കുട്ടിയുടെ റിയൽ പ്രോബ്ലംസ് എന്താണെന്ന്. അപ്പൊ അതിന് ടീച്ചേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ
റെഡി ആവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, റെമഡിയേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് റെമഡിയേറ്റർ ഉണ്ട്, ഇന്റർവെൻഷനിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇവരെ കൊണ്ടുപോകണം. കുട്ടികൾക്ക് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ അവരൊക്കെ നിങ്ങളുടെ കുട്ടിയെ റെഡിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഇത് എടുത്തു പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മൾ ആദ്യമേ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും സെന്ററിൽ നിങ്ങൾ കൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഇങ്ങനെ ചെയ്താൽ റെഡിയാവും, നിങ്ങൾ അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്റർ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുമ്പോൾ ട്യൂഷൻ സെന്ററിൽ 3 മാസം കൊണ്ടുപോയിട്ട് റിസൾട്ട് നോക്കുമ്പോൾ ഇല്ല. അപ്പം പിന്നെ നമ്മൾ പല കേസിലും റെമഡിയേറ്ററിന് കൊടുത്ത് വരുന്ന റിസൾട്ട് ഭയങ്കര മാറ്റാണ്. ഒരുപാട് ഒരു ബെറ്റർ പെർഫോമൻസ്, അക്കാദമിക്കൽ ബെറ്റർ പെർഫോമൻസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും ഇതുപോലെ പിറകോട്ട് പോകുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാം, റെമഡിയേറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കി കൊണ്ടുവരിക. കാരണം ഈ റെമഡിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ കുട്ടിയുടെ ശരിക്കുള്ള പ്രോബ്ലത്തെ അസസ് ചെയ്യും. അസസ്മെന്റ് നടത്തി ശരിക്കും മനസ്സിലാക്കും കുട്ടിയുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ്. ഈ ശരിക്കും പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ വർക്ക്ഔട്ട് ചെയ്യും. ചില കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം, അവർക്ക് എല്ലാ അക്ഷരങ്ങളും അറിയാം, എന്നാൽ ബിയും ടിയും കൺഫ്യൂസ്ഡ് ആവുന്ന കുട്ടികൾ, പിയും ക്യൂയും കൺഫ്യൂസ്ഡ് ആവുന്ന കുട്ടികൾ, അല്ലെ 6ഉം 9ഉം കൺഫ്യൂസ്ഡ് ആവുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 ലെറ്റേഴ്സ് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികൾ, അതിന്റെ പേരിൽ അവർക്ക് വായിക്കാൻ പേടിയുള്ള കുട്ടികൾ, അവർ ട്രൈ ചെയ്യാതെ പോകുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കേസുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഓരോ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം പഠനത്തിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ ശരിക്കും അസസ് ചെയ്യാൻ കൊടുത്താൽ മാത്രമേ ആ കുട്ടിയുടെ റിയൽ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റിയൽ പ്രോബ്ലം കിട്ടിയാൽ മാത്രമേ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കും. വാശി കൂടുതലാണ്, ഫുൾ ടൈം ഫോണിലാണ്, പെട്ടെന്ന് ദേഷ്യം വരും, സ്കൂളിൽ നിന്നൊരു കുഴപ്പവുമില്ല, വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ളത് എത്ര വയസ്സെന്നും കൂടെ നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഞാന് എന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടികളെ നോക്കുന്ന ഒരു ഡോക്ടർ ഇങ്ങനെ വന്നു. അപ്പൊ അവര് കുട്ടികളുടെ ICU നിന്ന് പുറത്തിറങ്ങിയോടെ തന്നെ ഒരു പാരന്റ് അവിടെ നിന്ന് മീൻസ് ഗ്രാൻഡ് മദർ പറയാണ്, ഓ കുട്ടി തീരെ ഇതില്ല, ഉഷാറില്ല, കുട്ടി ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പൊ നോക്കുമ്പോൾ കുട്ടിക്ക് ഒരു ടയർഡ് ഫീൽ ചെയ്തിട്ട് ഉറങ്ങുവാണോ. അവൻ ഡോക്ടർ ചിരിച്ചോണ്ട് ചോദിക്കുവാണ്, പിന്നെ ഇല്ല, നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, കുട്ടി ജനിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, പിന്നെ കുട്ടി നിങ്ങൾ എണീറ്റിരുന്ന് ഓടിക്കളിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, കുട്ടി ഉറങ്ങുക തന്നെ ചെയ്യുള്ളൂ, അതാണ് ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത്. അതുപോലെയാണ് ചില പാരന്റ്സിന്റെ അവസ്ഥകൾ അങ്ങനെയും കാണാറുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആകുമ്പോൾ ചെറിയ വാശിയും ദേഷ്യവും ഇച്ചിരി കള്ളത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പോയി ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ മോന്റെ ഒരു ഏജും കൂടി നിങ്ങൾ പറയണം കേട്ടോ, വാശി കൂടുതലാണെന്നുള്ളത്. ഫുൾ ടൈം ഫോണിലാണ് പെട്ടെന്ന്. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ കാര്യമുണ്ട്, ഫുൾ ടൈം ഫോണിലാണെന്ന് പറഞ്ഞു, അപ്പം തന്നെ ക്യാരക്ടറിൽ നല്ല ചേഞ്ചസ് വരും. നല്ല ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കും കുട്ടി എന്നുള്ളതാണ്. കാരണം നമ്മൾക്കറിയാം, ഫോണിലോട്ടൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഫോൺ അഡിക്ഷൻസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഫോൺ നോക്കിയാൽ മാത്രമാണ് കുട്ടിക്ക് അവരുടെ ഡോപ്പമൈൻ ഹൈ ലെവലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ഈ പിന്നെ നമ്മൾ ഇലക്ട്രോണിക്കൽ ഡിവൈസസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ ആണ് അവർക്ക് ഹാപ്പിനെസിന്റെ ഹോർമോൺസ് അല്ലെങ്കിൽ പ്രഷർ മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നത്, ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ അതിൽ നിന്ന് മാറി പോകില്ല. ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കൊടുത്താൽ വാശി കാണിക്കും കുട്ടികൾ. കിട്ടിയ സാധനം എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങും കുട്ടികൾ. കാരണം അവരുടെ ആ സമയം അത്രയും നേരം കിട്ടിക്കൊണ്ടിരിക്കുന്ന മെന്റൽ പ്ലഷർ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഒറ്റയടിക്ക് കുറയാണ്, അല്ലെ, അവർ അഗ്രസീവ് ആവും. അതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഏജ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് പറയാം. അതെവിടെയോ കൊണ്ടുപോവുക എന്ന് പറയുന്നുണ്ട്. അതെവിടെ, അത് നിങ്ങൾ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതിന് മുൻപേ നിങ്ങൾ ശരിക്കും കൂടെ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള ഏജ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം. എവിടെയാണ് കുട്ടിയുടെ ബിഹേവിയറൽ പ്രോബ്ലം? ഫോണാണോ? ഫോണാണെങ്കിൽ ഒറ്റയടിക്ക് മാറ്റി വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 2 മണിക്കൂർ നോക്കുന്നവനെ 1 മണിക്കൂറിലേക്ക് കൊണ്ടുവരാം, 1 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂറിലേക്ക് കൊണ്ടുവരാം, അരമണിക്കൂറിൽ നിന്ന് 10 മിനിറ്റിലോട്ടേക്ക് കൊണ്ടുവരാം. ഫോൺ തീരെ കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ചെയ്യരുത്. ഒറ്റയടിക്ക് ഫോൺ നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കരുത്. ഭയങ്കര ബിഹേവിയറൽ ഇഷ്യൂസ് കുട്ടി കാണിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഇതിനോട് കൂടെ തന്നെ ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ, ഈ ഫോണിന്റെ ആ ടൈമിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി കൊടുക്കണം. നമ്മൾ ഏത് അഡിക്ഷൻസ് ആണെങ്കിലും നമ്മളൊരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് കുട്ടികളുടെ പ്ലഷറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണം. അവരെ അതുമായിട്ട് ഒന്ന് രസിപ്പിക്കണം, അല്ലെ, അവർക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസോ ഗെയിംസോ കാര്യങ്ങളോ ഒക്കെ, ഫിസിക്കൽ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മളും കൂടി ഇൻവോൾവ്ഡ് ആയി കുട്ടിയും കൂടെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ വേണം മറ്റേ ഫോണിന് നമ്മൾ പതിയെ 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 പിറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫോൺ ഒറ്റയടിക്ക് പിറകോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ ബിഹേവിയറൽ ഇഷ്യൂസ് നന്നായിട്ട് കാണാൻ
കാണുന്നതാണ്. പഠനത്തിൽ നിന്നാണെങ്കിലും ശരി, മറ്റുള്ളവരുടെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണെങ്കിലും ശരി, പിയർ ഗ്രൂപ്പിനോടും ശരി, സിബ്ലിങ്സിനോട് അല്ലെ, കൂടെയുള്ള സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ആ കുട്ടിയുടെ പ്രശ്നം കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒറ്റയടിക്ക് റിമൂവ് ചെയ്യരുത്, പതിയെ പതിയെ റിമൂവ് ചെയ്യുക. അതിന് മുൻപായിട്ട് പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് കുട്ടിയുടെ പ്ലഷറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണം. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുട്ടി സംസാരിക്കുന്നില്ല, ഫേസ് ടു ഫേസ് നോക്കുന്നില്ല, ഫുൾ ടൈം ഫോണിലാണ്, നമ്മൾ പറയുന്ന ഭാഷയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, കുട്ടിയുടെ ഭാഷാ ശൈലിയൊക്കെ ഭയങ്കര വ്യത്യസ്തമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടേഴ്സിനെ കാണിച്ചാൽ മതി. അവർ അതിനെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ഓക്കെ, റെമഡിയേറ്ററിന്റെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ വേറെന്തോ ഓക്കെ, മോൻ 9th-ലാണ്. റെമഡിയേറ്ററിനെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാന്നുള്ളത്, നമ്മളിൽ ഒരുപാട് റെമഡിയേറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ ആരുടെയെങ്കിലും നമ്പേഴ്സ് ഇതിലേക്ക് ഇടാം. എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഗായത്രി എന്ന് പറയുന്നത്. കാരണം ഗായത്രിക്ക് ഞാൻ 2-3 കേസുകൾ കൊടുത്തിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പിന്നെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസോട് കൂടിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് പിന്നെ വായിക്കാൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. 3-ാം ക്ലാസ്സിലെത്തി, പക്ഷെ പറ്റാത്ത പ്രയാസം. പക്ഷെ ആ കുട്ടി ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ മാത്സിലാണെങ്കിലും റീഡിങ്ങിലാണെങ്കിലും നല്ലൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. കാരണം അത് ഞാൻ ഗായത്രി എന്ന് പറയുന്ന ഒരു റെമഡിയേറ്ററാണ് കൊടുത്തിട്ടുണ്ടായത്. ഇപ്പൊ ഗായത്രി ഇവിടെ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നമ്പർ ഷെയർ ചെയ്യണം ഇവിടെ. കാരണം അവർക്ക് ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈൻ പോവാം, അല്ല ഓൺലൈൻ ഫെസിലിറ്റി ആണെന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. യെസ്, ഹലോ സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഗായത്രി. ഓക്കെ. ഗായത്രി, ഇവിടെ പലവരും പിന്നെ ഒരു റെമഡിയേറ്ററിന്റെ നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്. ഗായത്രിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് മെസ്സേജ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ സർ, ചെയ്യാം. പിന്നെ ഇവർ പറഞ്ഞ പ്രോബ്ലംസ് വെച്ചിട്ട് സാർ പറഞ്ഞതുപോലെ തന്നെ അവര് കുറച്ചുകൂടി പാരന്റ്സ് ഒന്നുകൂടി എന്താ പറയാ, കുട്ടികളെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ മുന്നോട്ട് പോവുക കൂടി വേണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ റെമഡിയേറ്ററിനെ മാത്രം അന്വേഷിച്ച് റെമഡിയേറ്റർ കയ്യിലേക്കും കൊടുത്ത് പാരന്റ്സിന് റോൾ ഇല്ല എന്നുള്ള പോലെയല്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും പാരന്റ്സിന്റെ കൂടി ഇൻവോൾവ്മെന്റ് കൂടി വേണം എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കോളൂ. ഞാൻ നമ്പർ കൊടുക്കാം. ഓക്കെ ഫൈൻ, താങ്ക് യു ഗായത്രി. ഇപ്പൊ ഇവിടെ റെമഡിയേറ്റർ പറഞ്ഞൊരു ഗായത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ചില ആൾക്കാർ കുട്ടികളെ റെമഡിയേറ്ററിനെ ഏൽപ്പിച്ചു, ഇനി എല്ലാം റെഡിയാവും എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് അല്ലെ. റെമഡിയേറ്റർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ റെമഡിയേറ്റർ തരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കും കൂടെ ചെയ്യണം. അത് റെമഡിയേറ്ററിന്റെ കൂടെ നിങ്ങളും കൂടെ അല്ലെ, മറ്റുള്ള ടീച്ചേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സ്കൂൾ വിടുന്നത് പോലെയും കാര്യങ്ങൾ ചെയ്ത് വരട്ടെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഒരു സ്പെഷ്യൽ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ വിടുന്നത്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ വിടുന്നത്. അപ്പൊ അതിന് കുറച്ച് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ആ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് കൂടെ എടുത്താലാണ് റിസൾട്ട് കൃത്യമായി കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ് ഗായത്രി എന്ന് പറയുന്നത്. പിന്നെ 9ാം ക്ലാസ്സുകാരന്റെ കേസാണ് ഇപ്പൊ സംസാരിച്ചത്. 8ാം ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ സബ്ജക്ട് വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും മാത്സ് ഒക്കെ പിറകോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ട്യൂഷൻ അവൈലബിൾ ആണ്. ആ ട്യൂഷൻ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഫിസിക്സ്, മാത്സ്, ബയോളജി, കെമിസ്ട്രിയിൽ പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതേത് സബ്ജക്റ്റാണ് പിറകോട്ട് പോകുന്നത് അതിന് ആവശ്യമായുള്ള ട്യൂഷൻസ് കൊടുക്കാം. പിന്നെ ഈ ഒരു ഏജിലോട്ടൊക്കെ വരുമ്പോൾ 8-9 എന്നൊക്കെ പറയുമ്പോൾ അവർ കുറേയും കൂടെ ഫിസിക്കലി, ഹോർമോൺ എല്ലാം ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണ്. ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നതാണ്, ബാക്ക് ആൻസർ കൂടുതൽ വരുന്നതാണ്, പറയുന്നതൊന്നും അനുസരിക്കാൻ നിൽക്കാത്തൊരു സമയം കൂടിയാണ് 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. പിന്നെ അതേ സമയം ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കേണ്ടതും. ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, ഓവർ ഫ്രീഡം അല്ല, എന്നാൽ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ ഇമോഷൻസിനൊക്കെ അഡ്രസ് ചെയ്യുകയൊക്കെ ചെയ്യണം അല്ലെ. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ കൗമാരക്കാരെ നമുക്ക് കയ്യിലേക്ക് പിടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിനെയും തേടി അങ്ങനെ പോകും. ഇപ്പൊ അടുത്തൊരു പോലീസുകാരന്റെ വീഡിയോ കേട്ടും, നിങ്ങളുടെ കുട്ടികൾ രാത്രി 10 മണിക്ക് മുൻപെങ്കിലും നിങ്ങളുടെ വീടുകളിൽ എത്തുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാം. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ കുട്ടികളാണ് പലപ്പോഴും പിന്നെ വളരെ ലേറ്റ് ആയിട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ കുട്ടി എവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ള നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് കുട്ടികൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ബെഡ്റൂം വീക്ക്ലി 1 ടൈം എങ്കിലും നമ്മൾ ഒരു സെർച്ച് നടത്തണം എന്നുള്ളതും കൂടെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ. യെസ്,
9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഞാനിപ്പം പറഞ്ഞത് അതൊരു ക്രിട്ടിക്കൽ ടൈമും കൂടിയാണ് കേട്ടോ. നമ്മൾ സൈക്കോളജിയിൽ തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. കുട്ടിയാണെന്ന് ചോദിച്ചാൽ കുട്ടിയാണ് ചില സമയത്ത്, പിന്നെ വലിയ മുതിർന്നവരായെന്ന് ചോദിച്ചാൽ വലിയ ചില സമയത്ത് അവർ മുതിർന്നവനായും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ കൺഫ്യൂഷൻ, ഞാൻ ചെറിയ കുട്ടിയാണോ വലിയവനാണോ, എന്താണ് അവരുടെ റിയലി നടക്കുന്നത് എന്നുള്ള ഒരു അറിയാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ. ഇപ്പൊ അടുത്തൊരു കാര്യം പറഞ്ഞു. കുട്ടി 10ാം ക്ലാസ്സിലായിട്ടാണ് പഠിക്കുന്നത്. കുട്ടി ഉപ്പാന്റെ ഷേവിംഗ് സെറ്റ് എടുത്ത് ഇങ്ങനെ, കുട്ടിക്ക് രോമങ്ങളൊന്നുമില്ല, താടിയൊന്നും വന്നിട്ടില്ല, മീശയൊന്നും വന്നിട്ടില്ല, പക്ഷെ കുട്ടി ഷേവിംഗ് സെറ്റ് എടുത്ത് ഇപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസുമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പ്രായത്തിൽ ആൺകുട്ടികളിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. പെൺകുട്ടികളിൽ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും പ്രായപൂർത്തി എന്നൊക്കെ ആയി എന്ന് പറയുന്ന ഒരു സമയത്ത് അവർ കണ്ണെഴുതാൻ തുടങ്ങും. ഇതുവരെ നോക്കാത്ത രീതിയിൽ അവർ കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങും, ഒന്ന് ചുണ്ട് ചോപ്പിക്കാൻ തുടങ്ങും, ഒന്ന് പൗഡർ ഇടാൻ തുടങ്ങും, അല്ലെ, അടിപൊളി ഡ്രസ്സ് ഒന്ന് ഇടാൻ നോക്കും. അതുപോലെ തന്നെ അവർ കണ്ണാടിന് മുമ്പിൽ പിന്നെയും പിന്നെയും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ ചെയ്യുന്നതൊക്കെ അവരുടെ ഒരു പ്രായം, ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അവരൊരു പക്വതയിലോട്ടേക്ക് വരുന്ന സമയത്തുള്ള ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ആൺകുട്ടികളിലും എന്ന് പറയുന്നത്. ഈ സമയത്ത് അവർ അവരുടെ മസിൽസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും, അവരുടെ ബോഡി ഒന്നും കൂടെ നോക്കാൻ തുടങ്ങും. ആൺകുട്ടികളാകുമ്പോൾ അവർക്ക് മീശയും താടിയും വരുന്നുണ്ടോ നോക്കും, വരുന്നില്ലെങ്കിൽ അത് വരാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് താടി വരും, അങ്ങനെയാണ് എനിക്ക് താടി വന്നു എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അവൻ നേരെ പോയിട്ട് പിറ്റേ ദിവസം മുതൽ ഡെയിലി ചുമ്മാ ഒന്ന് സോപ്പൊക്കെ തേച്ച് ഷേവ് ചെയ്യുന്നത് പോലെ അവര് പിന്നെ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് അത് ചെയ്യും. പണ്ടതാണോ അതെന്ന് വെച്ചാൽ അവരെടുത്തിട്ട് ചെയ്ത് നോക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിനൊക്കെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക, അവനെ ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിന് ആവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇനി ഇവിടെ നമ്മളിൽ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മള് മനസ്സിലാക്കാം, നമ്മളുടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്ലസ് ടുവിലും അതുപോലെ തന്നെ ഹയർ SLC-യിലൊക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾ നന്നായിട്ട് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കുക, അവർക്കൊരു പിന്നെ എന്താ പറയാ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും സ്ലീപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം എല്ലാം ഓക്കെ ആണെന്നുള്ളത്. കാരണം ഈ സമയത്ത് സ്ട്രെസ് കൂടുമ്പം ടേസ്റ്റ് കുറയും ഫുഡിന്റെ, പിന്നെ ഫുഡിൽ നിന്ന് കഴിക്കേണ്ടെന്ന് തോന്നും, മാറി നിൽക്കും, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റേജിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് ഇത്രയും നല്ലത്. പഠിച്ച കാര്യങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഒന്ന് റീകോൾ ഒക്കെ ചെയ്ത് പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ പിന്നെ ഈ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് വേറെ മെസ്സേജസ് ഒന്നും കാണുന്നില്ല, കിട്ടാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളുടെ പ്രശ്നം ഞാൻ എടുത്തു പറയണം, ഒന്നും കൂടെ പറയാണ്. ഒരു കുട്ടിയും പഠിക്കാൻ കഴിവില്ലാത്തവരില്ല. അത് ആ കുട്ടിയുടെ പഠനത്തെ, ആ കുട്ടി ഫേസ് ചെയ്യുന്ന ആ പ്രശ്നത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തൊരു കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അത് കുട്ടിയുടെ പ്രശ്നമല്ല, നമ്മൾ പറഞ്ഞു കൊടുത്തതിന്റെ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്തു കൊടുക്കുക, തിരുത്തി കൊടുക്കുക. കുട്ടികൾക്ക് അറിയില്ല, നിങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങളാണ് ആ കുട്ടിയെ നല്ലൊരു റെമഡിയേറ്റർ ഡ്രസ്സോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഒരു കുട്ടിക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെ. കഴിവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റരുത് എന്നുള്ളതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അതങ്ങനെ പതിയെ പതിയെ റെഡി ആവുമെന്ന് പറഞ്ഞിരിക്കാതെ, അതൊക്കെ ഓരോ സമയമുണ്ട്, ഓരോ നമ്മൾക്ക് പിന്നെ ഓരോ കാറ്റഗറൈസ് ഉണ്ട്, ഓരോ ഏജ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അവരുടെ ബിഹേവിയർ പാറ്റേൺ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അഗ്രസീവ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? യെസ്, ഹലോ. ഹലോ സാർ, ഞാനൊരു കാര്യം പറയട്ടെ. പാരന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവരുടെ ഡൗട്ടുകളിലേക്ക് ഒരു ടിപ്പ് പോലെ ഞാൻ പറയാം. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുക എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ എന്നും കണ്ണാടിയിൽ നോക്കുന്ന കുട്ടികളായിരിക്കും. കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നതിനൊപ്പം ഐ വിൽ ഡു മൈ ബെസ്റ്റ്, അത് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക, അത് നമ്മൾ പറഞ്ഞ് ശീലിക്കുക.
നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് എപ്പോഴും പറയും. അത് ഞാൻ ചെയ്ത് എൻ്റെ ക്ലാസ് റൂമിൽ ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ഷൈനസ് ഉള്ള കുട്ടി പോലും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ധൈര്യം ആ കുട്ടിയിലേക്ക് എത്തും. അങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ടീച്ചേഴ്സ് ഒരു പരിധിവരെ, കാരണം ക്ലാസ്സിലെ സ്ട്രെങ്ത് കാരണം എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പാരന്റിന് വീട്ടിലെ 1 or 2 കുട്ടികളെ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോവുക. കുട്ടിക്ക് താല്പര്യമില്ല എന്ന് ഇപ്പോൾ 1-2 മെസ്സേജ് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താല്പര്യമില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ അത് സാറ് പറഞ്ഞതുപോലെ ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടമില്ലായ്മയാവാം, സ്കൂളിനോടുള്ള ഇഷ്ടമില്ലായ്മയാവാം, അങ്ങനെ പലതും കാരണങ്ങളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ കുട്ടിക്ക് ആ സബ്ജക്റ്റിനോട് മനസ്സിലാവായിരിക്കാം, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോൾ പാരന്റിനാണ്, പ്രത്യേകിച്ച് അമ്മമാർക്കാണ് കൂടുതലായിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ പറ്റുമ്പോൾ നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, ഞാൻ വീണ്ടും അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂമോണിക്സോ അതായത് മെമ്മറി ട്രിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട്, അല്ലെങ്കിൽ പാരന്റ് എന്ത് പറയാ, ഞാനും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഇത് എന്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാവും. അത് ഒരു പാരന്റിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൂടി ഒന്ന് എല്ലാവരും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിലാവും. ബാക്കി സാറ് പറഞ്ഞ പോലെ നമ്മൾ പുറമേ നിന്നൊരു ഹെൽപ്പ് കൂടി കൊടുക്കേണ്ടി വരും. സപ്പോർട്ട്, ഈ കുറെ പ്രശ്നങ്ങൾക്ക് ഒറ്റയ്ക്കാവില്ല, പാരന്റ്സിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. 8th and 9th ഒന്നും പാരന്റ് പറഞ്ഞാൽ കേൾക്കുന്ന പ്രായമല്ല. അപ്പോൾ പുറമേ നിന്ന് ഒരാളുടെ സഹായം കൂടി വേണ്ടിവരും. ബാക്കിയൊക്കെ സാറ് പറഞ്ഞത് തന്നെയാണ് നോക്കേണ്ടത്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്യണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഗായത്രി, താങ്ക് യു. ഇത് ഗായത്രി പറഞ്ഞത് കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ടെക്നിക്കാണ് ഗായത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെ, കുട്ടികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് സൈക്കോളജിക്കൽ ബുക്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ചെറിയൊരു കാര്യം ചെയ്തു കൊടുത്താൽ പോലും കുട്ടികൾ ഹാപ്പി ആവുന്നു. പിന്നെ ആ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ കുട്ടി വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഇതിപ്പോ ഗായത്രി പറഞ്ഞ ഒരു ടെക്നിക്ക് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻസ് കുട്ടിയിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആയി വരുന്നു. ചില ആളുകൾ പറയാറുണ്ടല്ലേ, നമ്മൾ ബ്രെയിനിന് ഒരു മെസ്സേജ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രെയിൻ അത് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പോസിറ്റീവ് ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ബ്രെയിനിൽ ഡെയിലി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. നെഗറ്റീവായി എന്നെ കൂടെ പറ്റില്ല, എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയേ ഉള്ളൂ, എനിക്കിനി ആവില്ല, എനിക്ക് മാത്രം പഠിക്കാനുള്ള കഴിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഷിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള ആക്ഷൻസും തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്താൽ പറ്റുമല്ലോ എന്നാലും ഒന്നുകൂടെ നോക്കാമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ബുക്സ് ഒക്കെ എടുത്ത് ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കും. ഇല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അതങ്ങനെ തന്നെ പോകും. ഒരിക്കലും ആ കുട്ടി ബുക്സ് ഒന്നും എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയെന്നില്ല എന്നുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഏതെങ്കിലും മെസ്സേജ് ഞാൻ റീഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് ചെയ്യുകയോ, എല്ലാം റീഡ് ചെയ്തു ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു ലാസ്റ്റ് ഒരു ട്രിവാൻഡ്രത്ത് നമ്മളൊരു പഠന വൈകല്യമായിട്ടുള്ള കോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സെന്ററിന്റെ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ ഞാനൊരു ടീച്ചറിനെ പരിചയപ്പെട്ടു. ആ ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടി, അവരുടെ മകനിക്ക്, പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറാണ്, അവരുടെ മകനിക്ക് ഇതേപോലെ ഒരു ഇഷ്യൂസ് പഠനത്തിൽ വരികയും അങ്ങനെ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ടീച്ചർ കുറച്ച് ഹൈപ്പറും കൂടി ആയി ഭയങ്കര കംപ്ലൈന്റ് കേൾക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കുട്ടിയുടെ വീട്ടിൽ ക്ലാസ് ടീച്ചർ വിളിപ്പിക്കുകയും സ്കൂളിൽ പോയ സമയത്ത് ടീച്ചർ വല്ലാണ്ട് കുട്ടിയെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. സങ്കടം വന്ന അവസാനം ടീച്ചർ പിന്നെ ആ കുട്ടിയും കൂട്ടിയിട്ട് പിന്നെ അവര് ഒരു ഹോസ്പിറ്റലിൽ പോയും ഡോക്ടറിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ മകനെ അവര് തീരുമാനിച്ചു, ഇവര് ടീച്ചറാണല്ലോ, ഇവര് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഈ മകനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ടീച്ചറുടെ മകൻ എന്നുള്ളൊരു പരിഗണന കുട്ടിക്ക് കിട്ടുകയും അവിടെ നിന്ന് പിന്നെ ഫ്രണ്ട് സീറ്റിൽ മാത്രമായിരുന്നു സീറ്റ് ഉണ്ടായത്. ഇത്ര കാലം പഠിക്കാത്തൊരു കുട്ടിയായതുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരുത്തിയവനെ ആദ്യമായിട്ട് ഫ്രണ്ട് സീറ്റിൽ ഹൗസ് സ്കൂളിൽ ഇരുത്തി. ഹൗസ് സ്കൂളിൽ ഇരുത്തുകയും പിന്നെ ടീച്ചർ എന്തോ ഒരു കാര്യം ചോദിക്കുകയോ എന്തോ ചെയ്ത സമയത്ത് പിന്നെ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയോ എന്തോ ചെയ്ത സമയത്ത്
ഇത് നന്നായിട്ട് വരക്കുന്ന ഒരു കുട്ടിയാണ്, അവന് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിന് ടീച്ചർ ഭയങ്കരമായിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ ചെറിയൊരു ചിത്രരചന മത്സരം അങ്ങനെ എന്തോ നടത്തിയപ്പോൾ കുട്ടിക്ക് ചെറിയൊരു പ്രൈസ് കിട്ടുകയും ചെയ്തു. ചോക്ലേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് കിട്ടിയത് മുതൽ ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു കുട്ടിക്ക് അതെന്ന് പറയുന്നത് സ്കൂളിൽ. അപ്പം ഈ ഒരു മഞ്ചോ എന്തോ ആണ് ചോക്ലേറ്റ് കിട്ടിയത്. അത് 3-4 ദിവസം ഈ കുട്ടി കഴിക്കാതെ കഴിക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അവന്റെ സന്തോഷം അത്രമേൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഇവരുടെ അമ്മ ചീത്ത പറഞ്ഞിട്ടാണ് പിന്നീട് കുട്ടി അത് എടുത്ത് കഴിക്കുന്നത്. ആ ഒരു ചോക്ലേറ്റ് മോശമായിപ്പോ നിങ്ങൾക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കണം, അങ്ങനെ ഫസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റ് അല്ലേ, നീ എന്തായാലും ഇത് കഴിക്കണം, ഇതിന് മധുരം അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവര് ഇത് കഴിക്കുന്നത്. അപ്പം ഈ കുട്ടി ഇത് കഴിക്കുന്നതും പിന്നെ ഈ കുട്ടിക്ക് ടീച്ചറുമായിട്ടൊരു ഇത് മാനസികമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ നമ്മൾ. അങ്ങനെ ഈ കുട്ടിക്ക് ടീച്ചറുമായിട്ടൊരു ഇഷ്ടം ഉണ്ടാകും. കുട്ടി ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ അമ്മക്ക് അറിയാം കുട്ടിക്ക് അക്ഷരങ്ങൾ അറിയുന്നില്ല, പ്രശ്നങ്ങളാണെന്നൊക്കെ അറിയാം. ഒരു എക്സ്ട്രാ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെമഡിയേറ്ററിന് സഹായം തേടുകയും ഇങ്ങനെയൊക്കെ ഇവർ കൊണ്ടുപോയപ്പോൾ കുട്ടിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ കയറി എവിടെ എത്തിയിരിക്കുന്നു എന്നറിയോ? ഇന്ന് അവരൊരു MBBS കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് MD പിന്നെ PG സ്പെഷ്യലൈസിങ് MD ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇതേപോലെ തന്നെ ഒരു സ്റ്റോറി അവിടെ നിന്ന് നമ്മളെ ക്യാമ്പിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ഒരുപാട് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതിൽ ഒരു സ്റ്റോറി, ഇതുപോലത്തെ ഒരു സ്റ്റോറി ഉണ്ട്. ആ ടീച്ചറിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഹെഡിൽ ഇരിക്കുന്ന അവരുടെ മകനിക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരും ഈ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗവൺമെന്റിന്റെ. അവരുടെ മകനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ റെമഡിയേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം അദ്ദേഹം ഒരു ജില്ലയുടെ പേരൊന്നും പറഞ്ഞില്ല, അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതാ ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പഠനത്തിൽ നിന്ന് പിറകോട്ട് തള്ളി നിൽക്കുമ്പോൾ, നിങ്ങളൊരു റെമഡിയേറ്ററിന്റെ സഹായം തേടാതെ പോകുമ്പോൾ, കറക്റ്റ് ആയിട്ടുള്ള കഴിവുകളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി വേറെ എവിടേക്കോ പോകും. നേരെ മറിച്ച് ശരിക്കുള്ള പ്രോബ്ലം മനസ്സിലാക്കി അതിനാവശ്യമുള്ള ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കയറി വരും. ഇപ്പം കണ്ടോ, സാധാരണ നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കുന്നവർ പലവരും പിന്നെ സ്വപ്നം കണ്ടിട്ട് കിട്ടാതെ പോകുന്ന MBBS പോലും പഠനത്തിൽ പ്രശ്നമുണ്ടായിരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പെട്ട കുട്ടികൾ കരസ്ഥമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ സ്ട്രെസ് എടുക്കേണ്ട, വിഷമിക്കേണ്ട, മാറി നിൽക്കേണ്ട. അതിനാവശ്യമായിട്ടുള്ള റെമഡിയേഷൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവോ. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറി വരും. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിയില്ല. അവന്റെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുക, അതുമായിട്ട് കണക്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ ഒരു കേസും കൂടെ നമ്മൾ വലിയ വാർത്തയായിട്ട് വന്നതാണ് കേരളത്തില്. പിന്നെ അമേരിക്ക എവിടുന്ന് ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സിൽ ഒരു എക്സ്പെരിമെന്റ് എന്തോ ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയായിരുന്നു. കുട്ടി പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. പിന്നെ ആ കുട്ടി കരസ്ഥമാക്കിയത്, അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്താണ് അല്ലേ? ഒരു വേറൊരു രാജ്യത്ത് നിന്ന്, അമേരിക്ക തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, അങ്ങനെ ഒരു രാജ്യത്ത് നിന്നാണ് ആ ഒരു പുരസ്കാരം കരസ്ഥമാക്കിയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ആ കുട്ടി നേടിയെടുത്തിരിക്കുന്നത്. ഇതൊന്നും ചില്ലറ കാര്യങ്ങളല്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ കുട്ടിക്കും പറ്റും. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കുട്ടികളെ നിങ്ങൾ അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. അതിൽ ഒരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ എപ്പോൾ ഓർമ്മിക്കണം. നിങ്ങളുടെ ടോൺ ചേഞ്ച് ആകുമ്പോൾ കുട്ടിയുടെ ടോൺ ചേഞ്ച് ആവും. നിങ്ങൾ പറയുന്ന വാക്ക് മോശമാകുമ്പോൾ കുട്ടിയുടെ വാക്ക് മോശമാവും. നിങ്ങൾ മകനെ വിളിച്ച് ഒരു ഇഷ്ടത്തോടുള്ള സ്നേഹത്തോടുള്ള ടോണോട് കൂടി നിങ്ങൾ വിളിച്ചു നോക്കിയേ, എന്തുമ്മ അല്ലെങ്കിൽ എന്തുപ്പ എന്ന് തിരിച്ചു ചോദിക്കല്ലേ. എടാ ഇങ്ങോട്ട് പാടാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാല് എന്നുള്ളൊരു ശബ്ദമേ നിങ്ങൾക്ക് കേൾക്കാം. അത് എങ്ങനെയാണ് അവരുടെ ബ്രെയിൻ രീതി അങ്ങനെയാണ്. അവരെന്നല്ല നമ്മളും അങ്ങനെ തന്നെയല്ലേ അല്ലേ? നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. അടുത്ത ഒരാളെ സ്നേഹത്തോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവും പെട്ടെന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ കൊടുക്കും. നേരെ മറിച്ച് നമ്മൾ വരട്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും, വേണോ വേണ്ടോ, ഇവനാരിപ്പോ പറയാൻ നോക്കട്ടെ എന്നൊക്കെ ചിന്തിക്കും. നമ്മളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. അപ്പൊ നമ്മുടെ കുട്ടികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പിംഗ് ടൈം ഓവറായി. എന്തായാലും ഹൃദയത്തിന്റെ ഭാഷ നിങ്ങൾ എല്ലാവരോടത്തും നന്ദി പറയണം ഒന്നും കൂടെ. കാരണം ഇത്രയും സമയം നമ്മുടെ ലൈവില് ഈ ഒരു വെബിനാറിൽ നിങ്ങളെ സമയമൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റിവെച്ച് വെബിനാറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളിൽ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം MCCയുടെയും എന്റെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. MCCയോട് വീണ്ടും നന്ദി പറയേണ്ട ഒരു സമയമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ. MCC എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ ആണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെന്റർ കൂടിയാണ്. നമ്മൾക്കറിയാം നമ്മുടെ ഏത് പ്രശ്നം ഏത് പാതിരക്കും എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്ത് സോൾവ് എടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ തന്നെയാണ് MCC എന്ന് പറയുന്നത്.
സോ നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മാരേജൽ പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു മാനസിക സമ്മർദ്ദങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MCC ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ ഒരുപാട് കൗൺസിലേഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ചൈൽഡ് സൈക്കോളജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കപ്പിൾ തെറാപ്പികൾ ആയിക്കോട്ടെ, എല്ലാ സൈക്കോ തെറാപ്പികളും അതിൽ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് എല്ലാം അവൈലബിൾ ആണെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കും ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ.